Thank you, Dr. Manoj. Am I audible? Yes. Yes, yes. Thank you. International Forum for Promoting ഹോമിയോപ്പതിയുടെ 320ാമത് മലയാളം സെഷനാണ്. 321ാമത് മീറ്റിംഗ് ആണ്. മലയാളം സെഷൻ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഈദ് ആശംസകൾ. ആദ്യമായി മൗന പ്രാർത്ഥന. IFPHന്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഇസ്മയിൽ സെട്ടിന്റെ 2ാം ദിവസത്തെ ക്ലാസ്സാണ്. ഹോമിയോപ്പതിയുടെ ചികിത്സാ ഗാഥകൾ, വിജയഗാഥയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും ശ്രവിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് വന്ധ്യത, ക്യാൻസർ, വൃക്കരോഗങ്ങൾ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം എല്ലാ IFPHന്റെ സുഹൃത്തുക്കളെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരി സർ. സർ തുടങ്ങാം. ഇന്നെൻ്റെ 2ാമത്തെ ദിവസമാണ്. അന്ന് പൈസല് എപ്പോഴും വന്ധ്യത എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ 2 ക്ലാസ് പറഞ്ഞിരുന്നു. ഞാൻ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ക്യാൻസറിനെ പോലെ തന്നെ ഒരു മെഡിസിനാണ്. ക്യാൻസറിനാണെന്ന് പറയാൻ കാരണം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ സെൽസ് ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഡിസീസാണ് മൈലോമ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 കേസ് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യമായിട്ട് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. പ്ലാസ്മ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് സെൽസിൽ വന്ന് അടിഞ്ഞ് ബോണിലും കിഡ്നിയിലുമാണ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. എഫക്റ്റിംഗ് മോർ ഓൺ ദ കിഡ്നി ഓർ കിഡ്നീസ് ആസ് വെൽ ആസ് ദ ബോൺ. സോ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് ബോണിന് കൂടുതൽ എഫക്റ്റ് ചെയ്യുകയാണ്. പ്ലാസ്മ സെൽ എന്ന് പറയുമ്പോൾ പ്ലാസ്മയെ കൂടുതൽ എഫക്റ്റ് ചെയ്യും. പ്ലാസ്മ സെല്ല് ഒരു കാലത്ത് ഞാൻ വളരെ മുമ്പ് കേസ് എനിക്ക് കിട്ടിയുണ്ടായി. അന്ന് എൻ്റെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആണ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ. എന്താണ് പ്ലാസ്മ സെൽ മൈലോമ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പാടുന്ന ഘട്ടമില്ല. ഒരു പേഷ്യൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ എൻ്റെ കൈ മുറിഞ്ഞാൽ വെള്ളമോ വരുന്നത്, രക്തം വരില്ല. അപ്പൊ അയാളുടെ അമ്മയും പറഞ്ഞു, ശരിയാണ്, കൈ മുറിഞ്ഞാൽ രക്തം വരില്ല. അനീമിയ പേഷ്യൻ്റാണ്. ഈ പേഷ്യൻ്റ് ആണെങ്കിലും ബ്ലഡ് വരില്ല. ആ കുട്ടിക്ക് വന്നുകൊണ്ടിരുന്നത് വൈറ്റ് പ്ലാസ്മ പോലത്തെ ഒരു തിക്ക് വിശ്വാസം. ഞാൻ അന്ന് മെഡിസിന് റെഫർ ചെയ്തപ്പോഴേക്കും ബ്ലീഡിങ് ലെഗ്, വാട്ടർ ലെഗ് ബ്ലീഡിങ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലഡ് എന്ന് റെഫർ ചെയ്തപ്പോഴേ ഇത് സിംഗാളാണോ അതാണ് ഞാൻ ഓർക്കുന്നില്ല, ബുക്സ് ചെയ്യാൻ ഓർക്കുന്നില്ല. നാട്രംബുറാനിക്കോ. അപ്പോൾ അത് കണ്ടുമ്പോഴേ ശരിക്കും വായിച്ചപ്പോഴേ നിങ്ങളുടെ സിംറ്റംസ് ഒരുപാട് കണ്ടു. എന്നാൽ നാട്രംബുർ കൊടുത്തു, അസുഖം മാറി. അന്ന് ഞാൻ മാറ്റിയത് ആണെന്ന് എനിക്കറിയില്ല. അനീമിയെ മാറ്റി ഇവിടെ മാത്രമേ എനിക്കറിയുള്ളൂ. വലിയ കാലഘട്ടം മനുഷ്യപ്പോഴാണ് മൾട്ടിപ്പിൾ മൈലോമയെ പറ്റി, പ്ലാസ്മ സെൽ മൈലോമയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു 68 വയസ്സുള്ള ലേഡിയുടെ 5 വർഷം പോകുന്നതാണ്. had recurrent attack of the edema of the right lung with the redness and aching pain since 15 years. She is a known case of diabetic as well as the hypertension.
It's 4 years. Also. Today, yeah. Check. Why is it? Yes, okay. She had history of the surgery in her left leg for varicose veins. Personally, married and having 3 children, had menopause at the age of 45. Now we are having the history of the menopause at the 55 even. One of my auntie also having the menopause at the age of 64. 64. Rare. My mother having the menopause at 55. But physiologically, the age is between 45 to 50 years. It's a menopausal period. Appetite and thirst is satisfactory. Bowel, bladder, regular. So taking allopathic medicine for the hypertension and diabetic medicine. Investigation was done. Serum ferritin was 3,350. It is very high. Normal range is between 13 to 150 mg per liter. The M band cells are very increased. Was seen in the gamma region and electrophoresis studies. Here the gamma cells, the band cells are very increased. The gamma cells, the band cells depositing on the bones as well as the kidney. So finally what happened? The kidney will failure. Increase the creatinine level in its comes. So renal failure, the secondly, biliary failure is the main disease of the this is plasma cell myeloma. So it is a contagious disease and the multiplication is very, very high. In this case, usually I am giving carcinosin 1 later in morning with thyroid. Because why I am prescribing thyroid is the skin will become very, very dry and itching is there. And too much dandruff deposits getting in the scalp. It's actually not included in the leukemia, plasma cell leukemia, but the symptoms are usually we are getting it. Most of the cases. So I am given here due to the dandruff in the scalp, itching of the scalp, scaling is there, and dry skin. So I added the thyroid 3x. Thrice daily, 4 times serious. Thyroid 3x was repeated for 6 months. That's my impression because suppose I am confirming a medicine, I am not changing the medicine in between as well. Giving the 2-3 days of process and waiting for this, no action, again I starting another medicine. Not like that. Suppose I am confirmed the disease as well as my prescription, I will try for this long period. In tuberculosis, I am given 6 months arsenicum added to Forex. Forex, why I am prescribing Forex for the skin diseases and the tuberculosis? The 3x will produce itching of the body. Itching of the body and laceration will come and perforations will come in the skin. It's an overactivity of the 3x. So I switch on to 4x. 4x is not available in all the laboratories. So I prepared myself in my hospital, my factory, in giving it. Arsenic atom 4x. Thyroid 3x was repeated 6 months. Carcinosis was repeated once in 6 months. Because it's a very grave disease, very long-lasting diseases. That's why carcinosis is giving the once in 6 months. 29/7/70, Malandrin 1 was administered along with the thyroid 3x for 2 months. Why Malandrin? Malandrin will arrest the
progressiveness of the multiplication. Multiplication of the cells, multiplication of the any complaint is controlled by the Melandrin. So Melandrin is a very good medicine for the cancer diseases or metastasis conditions. For the acute metastasis, I'm giving Melandrin 3x. Melandrin 30, sorry, not 3x, 30. 30 I'm giving. But in advanced cases, I'm preventing to the this one the multiplication, preventing the other condition. I'm giving Melandrin 1 potency. I have very nice case with the tuberculum. Early childhood, he got tuberculum, and his scar was in the lungs. He was subjected by the job, giving job to the Malaysian government. So സർ ക്ഷമിക്കണം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സർ ക്ഷമിക്കണം. സർ മലയാളത്തിൽ പറയാൻ ഇന്നലെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഇന്ന് പോയില്ലായിരുന്നു, പോയി അപ്പോൾ മരിഞ്ഞു. ഓക്കെ. അപ്പം ഒരു പണ്ടൊരു കേസ് എടുത്ത് വന്നിരുന്നു. ട്യൂബർക്ലോസ് ആയിരുന്നു, ലങ്സിൽ സ്കാർ ഉണ്ടായിരുന്നു. ആ സ്കാർ പോകില്ല. ഇപ്പം പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളതാണ്. പ്രൈമറി കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ലങ്സിൽ സ്കാർ ഉണ്ടാവും. ഒരു റാറ്റ് ടൈൽ കണ്ടിട്ടുണ്ട്. റാറ്റ് ടൈൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠനം പറയാം ഈ അയാൾക്ക് നേരത്തെ പ്രൈമറി കോംപ്ലക്സ് ഉണ്ടായിരുന്നു പറയാൻ പറ്റും. വളരെ അത്രയ്ക്ക് പറയാൻ പറ്റും. ചോദിച്ചാൽ പറയാൻ പനിയൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ ഒരു ദിവസം പനി ഉണ്ടായിരുന്നു, കുറച്ചാൾ പനി ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ. അന്ന് കുട്ടി ചുമയുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ കൊടുത്ത് മാറി. അതായത് വളരെ കൃത്യമാണ്. റാറ്റ് ടൈൽ കണ്ടില്ലേ? ലങ്സ് കണ്ടിട്ടുണ്ടോ? പലവരും കണ്ടു കാണുമല്ലോ റാറ്റ് ടൈൽ. റൈറ്റ് ലങ്സ് മോസ്റ്റ്ലി കെട്ടിങ് കൂടുതൽ കാണുന്നത് റൈറ്റ് ലങ്ങിലാണ് ഇവിടെ കാണുന്നത്. അത് ആ സ്കാർ പോകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്താലും പോകില്ല. Melandrin 30 കൊടുത്താൽ പോകും. Melandrin 30 once in 1 dose daily for 3 months കൊടുത്തു നോക്കൂ. ഒരു മോർ ദാൻ ഒരു 80% പകുതി പോകും. അങ്ങനെ ഇയാൾക്ക് ഞാൻ കൊടുത്തു, മരുന്ന് കൊടുത്തു. അപ്പോൾ അയാൾ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, വളരെ ജോബ് ഓറിയന്റഡ് ആയിരുന്നു, വർക്കഹോളിക്കായിരുന്നു. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു നിങ്ങൾ 6 മാസം കഴിഞ്ഞ് വരും, നിങ്ങൾ സ്കാർ പോകുകയാണ്, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ പലരും കണ്ടു. പക്ഷേ എൻ്റെ അടുത്ത് വന്നു, ഞാൻ മരുന്ന് രണ്ടെണ്ണം കൊടുത്തു തന്നു. രണ്ടും കൊടുത്തു. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ സ്കാർ കംപ്ലീറ്റ് ഞാൻ പോയി. തിരിച്ചവിടെ പോയി ജോയിൻ ചെയ്തു. എൻ്റെ പിന്നെ കുറേ നാൾ വരെ എന്നെ വിളിക്കുമായിരുന്നു. വരുമ്പോഴേക്കും എനിക്ക് ഒരു പെർസെൻറ്റേഷൻ കൊടുത്ത് തരുമൊക്കെ ആയിരുന്നു. വേറെ ജോബ് കിട്ടുമെന്ന് തോന്നുന്നു, എന്തായെന്ന് അറിയില്ല. വർഷങ്ങൾ മുമ്പോട്ട് വെച്ചാണോ ഇപ്പോൾ നടന്നതല്ല, അത് 10-30 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഈ മെലാൻഡ്രിനത്തിനുണ്ട്. മെലാൻഡ്രിൻ വണ്ണം കൊടുത്തില്ല, വണ്ണം ട്രെൻഡ് കൊടുത്താൽ ഇതിൽ പ്രിവെന്റ് വരുന്ന രോഗത്തിനെ തടയാൻ വേണ്ടി പറ്റും, മൾട്ടിപ്ലിക്കേഷൻ തടയാൻ പറ്റും. അപ്പൊ ക്യാൻസർ പേഷ്യത്തിന് മെലാൻഡ്രിൻ വളരെയധികം മരുന്നാണ്. മെലാൻഡ്രിനെ പറ്റിയുള്ള ഡിസ്കഷൻ വളരെ കുറവാണ് നമ്മൾ മെറ്റീരിയൽ പഠിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോറിക്കിൽ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി ശരിക്കും പറയുന്ന ഒരു സെന്റൻസേ ഉള്ളൂ. കാൻസർ റെമിനിസൻസിന്റെ സ്കാർ റിമൂവ് ചെയ്ത് മാത്രം പറയുന്നുള്ളൂ, ഒറ്റ വാക്ക്. ആ ഒറ്റ വാക്കിൽ മതി ഹോമിയോപ്പതിയെ എല്ലായിടത്തും കൂടി തറച്ചിട്ടാൽ മതി. അങ്ങനെ പലപ്പോഴും പല മരുന്നിൻ്റെയും ഒരു സിംറ്റം നമുക്ക് മതിയാവും അത് ഏറ്റെടുക്കാൻ വേണ്ടി. ഇപ്പം ക്ലാസിക്കൽ ആസ്മ എന്ന് ഞാൻ പറയാനുള്ളൂ. ക്ലാസിക്കൽ ആസ്മ എന്താ വഴി? ക്ലാസിക്കൽ ആസ്മ ആദ്യം കുറേശ്ശ വരിക, പിന്നെ കോൾഡ്, പിന്നെ തുമ്മൽ വരിക, പിന്നെ ചുമ വരിക, ശ്വാസം മുട്ട് വരിക. അത് ഞാൻ വിശേഷിപ്പിക്കുന്ന പേര് ക്ലാസിക്കൽ ആസ്മ. ഈ ക്ലാസിക്കൽ സിംറ്റംസ് എല്ലാം അതിനുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ മരുന്ന് വരുന്നത് നാജാണ്. നാജ 200 once in 5 days, once in week കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അലർജിക് ആസ്മ എവിടെ പോകണമെന്ന് 3 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി. 3 months കൺട്രോൾ ആയിരിക്കും. വളരെ എഫക്റ്റീവാണ്. അങ്ങനെ ചില മരുന്നുകൾ നമുക്ക് വീണ് കിട്ടും. കഫ് ആസ്മ സ്റ്റാർട്ടിങ് വിത്ത് കഫ് ഒറ്റ സിമിറ്റേ ഉള്ളൂ. അത് മരുന്ന് നമുക്ക് കൊടുക്കാറുണ്ട്. എന്നാലും സ്റ്റാർട്ടിങ് വിത്ത് കഫ് എന്ന് പറയുമ്പോൾ കാര്യക്കാറുണ്ട്. ആ സിംറ്റംസ് ആ രീതിയിൽ നമ്മളെടുത്ത് നോക്കിയാൽ, ആ പേഷ്യൻസ് നോക്കിയാൽ തീർച്ചയായിട്ടും ഓരോ കഫിനും അതിന് ബാക്ക് ഓഫ് സ്മോളർ ബാക്കിൽ പെയിൻ ഉണ്ടാകും. ഒരേ കഫിനും ഈ ഹാവിംഗ് ദ പെയിൻ ദ സ്മോൾ ഓഫ് ബാക്ക്. അതാണ് കാര്യക്കാർ വളരെ ഇൻഡിക്കേഷൻ. അങ്ങനെ ചില മരുന്നുകൾ പഠിച്ചു വെച്ചാൽ
നമുക്ക് ചികിത്സ വളരെ അനായാസം കൊണ്ടു നടക്കാം. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അതാണ് പല മരുന്നിൻ്റെ ഒരു സിംറ്റത്തിന് ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അപ്പൻസൈറ്റിസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൻസൈറ്റിസിന് പ്രയോണിയെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ബട്ട് ഐ ക്യൂർഡ് മെനി കേസസ് വിത്ത് പ്രയോണി. കാരണം ആ പെയിൻ വന്നാൽ അവൻ അനങ്ങാൻ സമ്മതിക്കില്ല, ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല, പക്ഷെ പ്രസ് ചെയ്യാൻ സമ്മതിക്കും. അത് ലാക്ടോസിസാണ്. ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല, പ്രസ് ചെയ്യാൻ സമ്മതിക്കും, ലാക്ടോസിസ്. തൊടാൻ സമ്മതിക്കില്ല, പിടിക്കാനും പറ്റില്ല, അനങ്ങത്തില്ല, അനങ്ങത്തില്ല, പ്രയോണി. ഞാൻ ഒരു ന്യൂമോണിയ കേസ്, ഒരു പയ്യൻ്റെ 4 വയസ്സുള്ള പയ്യൻ്റെ ന്യൂമോണിയ, പ്രയോണിയ 30. അന്ന് ബൈറോൺ കമ്പനി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് എനിക്ക് 30 പൊട്ടൻസി ഒരു ബോട്ടിൽ കൊടുത്തു, 2-3 മരുന്ന് കൊടുത്തു, പ്രയോണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ന്യൂമോണിയ വന്നിട്ട് അനങ്ങാൻ പറ്റില്ല. കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ വന്ന് കയറുമ്പോൾ എന്ത് കാര്യം പറഞ്ഞു. ഞാൻ പ്രയോണിയ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിട്ടു, കുട്ടി വായി കൊടുത്തു. അരമണിക്കൂറിൽ കുട്ടി പിന്നെ മൂവ്മെന്റ് കഴിയായി, പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ പറഞ്ഞ് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, ഇത്രയും കുറവുണ്ടല്ലോ, കൊണ്ടുപോകണ്ട, ഈ മരുന്ന് മതിയോ. ആ മരുന്നുകൊണ്ട് കുട്ടി കംപ്ലീറ്റ് റിക്കവറി ആയി. ഒരു സിംറ്റത്തിന് ലീസ്റ്റ് മോഷൻ അഗ്രവേഷൻ, ആ സിംറ്റത്തിന് വാല്യൂ ഒക്കെ. അതുപോലെ മരുന്നിൻ്റെ പല ഹോമിയോപ്പതി മരുന്നിൻ്റെ ഫാൻസി ബ്യൂട്ടി വരാം. നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മിറാക്കിൾസ് നടത്താൻ പറ്റും. ഇവിടെ നമുക്ക് തുടങ്ങാൻ ഞാൻ പലപ്പോഴും ഇങ്ങനെ അടുത്തിട്ട് സംസാരിച്ചിരിക്കും, വേറെ ഡിവിഷൻ ആവും. അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല കേട്ടോ, എന്നിൽ 2 മരുന്ന് കൂടുതൽ കിട്ടും. മെലാൻഡ്രിൻ 1 month administered along with the thyroid for 2 months. Again, blood investigations were repeated and it showed wonderful changes in the beta microglobulin level and serum kappa and WBC level. Reports as follows. Before the വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ അവിടെ തന്നെ കൈവിടാക്കിയാൽ കിട്ടും. ഒന്ന് തട്ടുക, കൈവിടാം, കിട്ടും, എല്ലാം കിട്ടും. ബീറ്റ മൈക്രോഗ്ലോബിൻസ് 2514 കൂടെ. പോയി സോറി മോളെ, മോള് വേണമെങ്കിൽ സഹായിക്കാം. മോള് ആടോ ഒഴുക, നീ ഇവിടെ ഇരുന്ന, നീ എവിടെ പോകുന്നേ? മോള് അത് ഇത് കഴിഞ്ഞു, അടുത്തത് ഓക്കെ. വേണോ? റിപ്പോർട്ട് ഇല്ലേ? അതിൻ്റെ 2544 ഉണ്ടായിരുന്നു, നേരെ 4 ആയിട്ട് കുറയിരിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു കണ്ടീഷൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നോർമൽ റേഞ്ച് വരുന്നത് 0.52 43 ആണ്. 4 ആയിട്ട് നിൽക്കുക. ഇതാണ് നമ്മൾ മരുന്നിൻ്റെ പല ആക്ടിവിറ്റി കാണിക്കുന്നത്. റിപ്പോർട്ടർ വല്ല പേഷ്യൻ്റ് പോകാനാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. 4 ആണ് ചാർജ് ചെയ്യേണ്ട റിപ്പോർട്ട്, ഒരു കവറിംഗ് ലെറ്ററാണ്.
pituitary adenoma. അടുത്ത pituitary adenoma. It's a diagnosed case of the pituitary adenoma, and he was under my treatment since 14 May 2010 ആണല്ലോ. 11 ആയിപ്പോയി 2010. അന്ന് ഞാനുമില്ല, എൻ്റെ അപ്പൂപ്പനുമില്ല. He presented with a blurry of vision and recurrent attack of the headache. ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ആദ്യത്തിനുണ്ട് ബ്ലറിംഗ് ഓഫ് വിഷൻ, അങ്ങനെ ഒരു ബ്ലഡ് വിഷൻ വിത്ത് ഹെഡേക്ക്. ബ്ലഡ് വിഷൻ വിത്ത് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഹെഡേക്ക് ബിഗിൻ വിത്ത് ബ്ലഡ് വിഷൻ, സീമിയ അല്ലേ? അതാണ് സാധാരണ മൈഗ്രൈനൊക്കെ ചിന്തിക്കുക അങ്ങനെയാണ്. ബ്ലഡ് വിഷൻ, ഹെഡേക്ക് ബിഗിൻ വിത്ത് blood vision. But he had recurrent attack of headache, blood vision, headache. Treatment was started with the Synestia neuropathy. അത് എന്തുകൊണ്ടാണ് സൈനേഷ്യ എനിക്ക് ജലത്തിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, കൊടുക്കാത്ത കാരണം വെച്ചാൽ പിറ്റ്യൂട്ടറി അഡിനോമ ആയതുകൊണ്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ സിംറ്റംസ് കുറച്ച് വാല്യൂ കുറവാണ് ഈ സൈനേഷ്യയ്ക്ക്, ബ്ലഡ് വിഷൻ. എന്നാൽ തന്നെയാണ് പത്തോളജിക്കൽ സ്റ്റേജ് ഉള്ളതുകൊണ്ട് neuropathy ഞാൻ കൊടുത്തത്. ദിസ് ട്രീറ്റ്മെന്റ് വാസ് pattern was continued for 3 months. ഞാൻ neuropathy 3 മാസം അടുപ്പിച്ച് കൊടുത്തു. Followed by a single dose of calcium. Headache was reduced the first month itself. Later he did not complain about the headache from 3rd month onwards. The blurring of vision also gradually started reducing. In order to enhance the vision, he was given arnica. Arnica one of the window. And between along with the Synestia neuropathy. Neuropathy again I began Melantina one was given once in 6 months. Personal treatment also. One time and a single dose of carcinosin one of also given. Now he is perfectly healthy without any visual problems and or headache. Taking mission here to Mario to Gato elevator and Nova Marley. His MRI report results are also showing reduction in the size of the pituitary adenoma. Complete reduction of the patient will USA family complete boy or the Mazu come watching the boy in the country. This is the report before the report now. Pituitary gland is large and showing slowly showing the hypertension signals in the T2 and hypertension is given during images. Vision 1.35 into 1.3 into 1.4. Vision shows the minimal enhancement in the periphery of the lesion. In the impression, MRI images is a long case of pituitary adenoma on photos of study shows. Enlargement of pituitary gland showing peripheral enhancement with a contrast. Comparing with the images between the 1461 and 81, present study was shown reduced in the size and erosion age. ഇതിനടുത്ത് പോകുമ്പോൾ ഇതാ ശരിയുള്ളൂ. ഒരു സംഗതി ഉണ്ട്. 1.2 into 1 into 1.1 റിഡക്ഷൻ ആയിട്ടുള്ളൂ. പക്ഷേ ബ്ലഡ് വിഷൻ മാറി, ഹെഡേക്കും മാറി, സുഖമായിട്ട് പോയി. പിന്നെ നാളെ വരെ പോയിക്കൊണ്ട് വരും, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവർ അമേരിക്കയിൽ പോയാലും വരുന്നു, ഒരു 6 മാസം മരുന്ന് വായിച്ചും പോയി, പിന്നെ ആളറിയില്ല. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മുടെ രാജ്യമായിട്ട് ഇപ്പോഴും പിന്നെ ഇപ്പം അമേരിക്കയിലാണെങ്കിൽ കാനഡയിലാണെങ്കിൽ മരുന്ന് വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പുതിയ സർവീസിൽ ഒരുപാടുണ്ട്. കാശ് കൊടുത്താൽ മതി. എൻ്റെ മരുന്നിനേക്കാൾ പൈസ കൂടുതലായിരിക്കും പുതിയ സർവീസിനുള്ള പൈസ. അതാ ബുദ്ധിമുട്ട്. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവർ വാങ്ങും. മരുന്നുകളെ കിട്ടും. ഈ കോവിഡ് വന്നേ പിന്നീട് 2-3 കമ്പനികളുണ്ട്. ഇരുന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമ്മുടെ മരുന്നിൻ്റെ ഡിക്ലറേഷൻ, മരുന്നിൻ്റെ പേര്, അതിൻ്റെ ഉപയോഗങ്ങൾ എല്ലാം കാണിച്ച് ഒരു ഡിക്ലറേഷൻ ലെറ്റർ കൊടുക്കും വിത്ത് അവർ സർട്ടിഫിക്കറ്റ്. This medicine not harm to the human life. സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എത്തിക്കോളും. അത് കൊണ്ടുപോയാൽ നേരെ അവർ കൊണ്ട് മെഡിസിനെ കൊണ്ട് കൊടുക്കുക.
ബേസിക്കലി ഇവര് ഡിക്ലറേഷൻ കൊണ്ട് കൊടുത്താൽ പാസ്പോർട്ടിന് കാണിച്ചാൽ മരുന്ന് കിട്ടും. പണിയാണ് ഇവിടെ നയിച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 2-3 days പിടിക്കും മരുന്ന് കഴിക്കാൻ. ഇപ്പോഴേ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുറവുണ്ടിപ്പോഴും തുടക്കത്തിലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് കൊണ്ടുവന്നതിനെ പലരും മടിക്കുമല്ല. ബൈഹാൻഡ് കൊണ്ടുവന്ന ആളുകൾ ഇപ്പം ഇല്ലല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടന്നിട്ടുണ്ട്. മറ്റേ മിക്കവാറും ഞാൻ ബൈഹാൻഡാണ് വരുന്നത്. സ്വന്തക്കാരോ ഒരു 3 മാസം വരെ ബാക്കി കൊടുക്കും. ഒരു ലോങ് കവറുണ്ട്, അതിനകത്ത് ഇംഗ്ലീഷിലും അറബിയിലും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അറബി രാജ്യങ്ങളിൽ പോകുന്നിടത്ത് അറബി സീൽ വെച്ച് കൊടുക്കും, മറ്റൊരിടത്ത് ഇംഗ്ലീഷ് മാത്രം വെക്കും. ചിലപ്പോൾ രണ്ടും കൂടെ ഫിൽ ചെയ്യേണ്ടി വരും. ചില ആളുകൾ വയ്ക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രം ഫിൽ ചെയ്യണം, ചിലപ്പോൾ അറബി ഫിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ പോകാറുണ്ട്. അപ്പോഴത്തേക്ക് സാമ്പിളായിട്ട് 2 കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അതിനെപ്പറ്റിയുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പോലെ വല്ലാണ്ട് നീണ്ടു പോകണ്ട, പ്രശ്നങ്ങളൊന്നും തെറ്റൊന്നുമില്ല. തോന്നുന്നത് അതിന് മുമ്പ് 2-3 സ്ലൈഡ് വിട്ടുപോകുന്നു തോന്നുന്നു. I think you understand what happened the beginning as well as the end. ഷുബർട്ടിന് വല്ല ഐഡിയ തോന്നുന്നുണ്ടോ? ഐഡിയ മാസ്റ്റർ ഓഫ് ഐഡിയ മാൻ. സാറേ ഇങ്ങനെ ഈ ചിലതിലൊക്കെ ഭയങ്കരമായിട്ട് ഡയബറ്റിക് ആയിട്ട് ഇത് റേസ് ചെയ്യുമല്ലോ. ഡയബറ്റിസ് വളരെ റേസ് ചെയ്യുമല്ലോ ചില കേസുകളിൽ, ഷുഗർ ഇതായിട്ട് ക്യാൻസറസ് കണ്ടീഷനിൽ. അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് കേട്ടോ സാറേ? അതെ ഡയബറ്റിക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതേ? അതെ ലോങ് പീരീഡ് ആണ് വേണ്ടത്. നമ്മൾ ഡയബറ്റിക് അത്ര ട്രീറ്റ് ചെയ്യാൻ പറ്റിയല്ല. അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ട്, മകനോ മകൾക്കോ ഡയബറ്റിക് വന്നാൽ അത് ഇൻക്യൂറബിൾ ആണെന്നാണ് ഞാൻ പറയാറുള്ളത്. ഏറെക്കുറെ ഇൻക്യൂറബിൾ ആണ്, അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അച്ഛന് ഡയബറ്റിക് ഉണ്ട്, അമ്മയ്ക്ക് ഡയബറ്റിക് ഇല്ല. കുട്ടികൾക്ക് ഡയബറ്റിക് വന്നാൽ ഒരു 50 to 60% റിക്കവറി ഉണ്ടാവും. ഇത് കൊടുത്താൽ മാറും, ഉറപ്പായിട്ടും മാറും. അച്ഛന് ഡയബറ്റിക് അല്ല, അമ്മയ്ക്ക് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ 60 to 75% ഡയബറ്റിക് മാറാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ വെറൈറ്റി വന്നാൽ നമ്മൾ വെറുതെ ഹോപ്പൊന്നും കൊടുക്കേണ്ടി വരും. കൊടുത്തു വന്നാൽ ലാസ്റ്റ് നമ്മളെ ഒരു കുറ്റപ്പെടും. സാറല്ലേ പറഞ്ഞാൽ ഡയബറ്റിക് മാറ്റാൻ മാറിയില്ലല്ലോ, ഞാനിപ്പോൾ ഇഞ്ചക്ഷൻ കുത്തി നോക്കിയാലും വേണം. അപ്പം അത് പാടില്ല. പിന്നെ ഒരു മെത്തേഡ് എനിക്ക് ഡയബറ്റിക്കിനുള്ളത് വെച്ചാൽ യൂഷ്വലി ഐ എം അഡ്വൈസിങ് പേഷ്യന്റ് ടു suppose those who are depending on the insulin I never allow to give morning hours. ഉച്ചയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 നേരം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി, അല്ലെങ്കിൽ രാവിലത്തേക്ക് വരും, രാവിലെ കൊടുക്കും. ഉച്ചയ്ക്ക് രാവിലെ കൊടുക്കാറില്ല. എന്താ ഞാൻ പറയണത് ചോദിച്ചാൽ, എന്താ സാർ അങ്ങനെ വെച്ചാൽ ഞാൻ പറയുന്നത്, വീട്ടിലെ വലിയ വെച്ച് കൊച്ചമ്മ കിടന്ന് ഉറങ്ങുമ്പോൾ ചായ കാച്ചി കൊടുക്കുന്നത് വിലക്കാരിയായിരിക്കും. അപ്പം വിലക്കാരിയുമായിട്ട് കമ്പനി അടിക്കാനുള്ള സൗകര്യം ആർക്കുണ്ടാകും? വീട്ടുകാരനുണ്ടാവും. അപ്പോഴും വല്യമ്മച്ചി കിടന്ന് ഉറങ്ങിയായിരിക്കും. അപ്പം അത് പാടില്ല. അവർ രാവിലെ എണീച്ച് ചായ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ചായ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം വീട്ടിൽ ഗൃഹനായിക തന്നെയാണ്. അത് കാത്തിരുന്നാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവിടെ ഡയബറ്റിക്കിന് നമ്മൾ ആദ്യം കാര്യം ഇൻസുലിൻ കൊടുത്താൽ പാൻക്രിയാസ് വലിയ വർക്ക് ചെയ്തേ ഇല്ല, മടിയായി ഒരു തുള്ളി പോലെ ഉണ്ടാക്കില്ല. നമ്മൾ ഉച്ചവരെ അവനെ കഷ്ടപ്പെടുത്തിയാൽ അവൻ ഒന്ന് കഷ്ടപ്പെട്ട് കുറച്ചങ്ങനെ ഉണ്ടാക്കും. അത് കാലക്രമേണ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ നമ്മൾ സഹായിക്കും. എനിക്ക് ഒരുപാട് കേസ് രാവിലെ കൊടുത്താൽ ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോഴേ ഇൻസുലിൻ്റെ അളവ് ക്രമമായിട്ട് കുറഞ്ഞു വരും. 2 നേരം കൊടുത്ത ആൾക്ക് 1 നേരം കൊടുത്താൽ മതി,
40 യൂണിറ്റുള്ളവർക്ക് 30 യൂണിറ്റ് പറയും. കംപ്ലീറ്റ് യൂണിറ്റ്സിൽ മാറ്റിയ കേസും തരും. മാറ്റിയ കേസാകുമ്പോൾ നമ്മൾ അവിടെ മാനേജ് ചെയ്യേണ്ടത് നാട്രം സൾഫൂരിക്കം 12X. അത് കണ്ടിന്യൂസ് ആയിട്ട് ട്വൈസ് ത്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ്. ഹോമിയോപ്പതി ബയോകെമിക് നാട്രം സൾഫർ 12X ആണ്. 6 അല്ല, 6 ആ ശക്തിയില്ല. 6 റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ ശക്തി. റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യും. 12X പാങ്കാസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പാങ്കാസിന് കൂടുതൽ എൻകറേജ് ചെയ്ത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ശക്തിയുണ്ട്. എങ്ങനെ ലാസ്റ്റ് ആ ഇൻസുലിൻ്റെ അളവെല്ലാം കുറഞ്ഞ് ഇൻസുലിൻ എടുക്കുന്ന അളവെല്ലാം കുറഞ്ഞ് പേഷ്യൻ്റ് നല്ല കൺട്രോൾ ആണെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഇപ്പോൾ വന്നേ പിന്നെ വരുമ്പോൾ തന്നെ ഒരു മാസം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പറയും. കുറേ കൂടെ ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഹൈ ഡയബറ്റിക്കിനൊക്കെ ആണെങ്കിലും 12X 4th അവറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിക് ഇൻസുലിൻ കൺട്രോൾ ചെയ്യാറുണ്ട്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യാറുണ്ട്. നമ്മൾ ബയോകെമിക്കൽ ടിഞ്ചറിൽ പോയാൽ ഒരു പരിധി വരെ ആക്ഷൻ ഉണ്ടാവും. ഒരു പരിധി വരെ. ജിംനാമ ഉണ്ട്, സിസിജി ഉണ്ട്, ഉഗ്രാൻഡ്ര എൻട്രിക്ക ഉണ്ട്. ഉഗ്രാൻഡ്ര എൻട്രിക്ക എന്ന് പറഞ്ഞാൽ റിസർച്ച് നടത്തിയ മരുന്നാണ്. അത് ബോഡി വെയിറ്റ് അനുസരിച്ച് കൊടുക്കും. എന്നെ പോലെ ആൾക്ക് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ 100 കിലോ ആണ്. 100 ഡ്രോപ്പ് ഞാൻ കഴിക്കണം. കഷ്ടപ്പെട്ട ചിലവും കൂടും, ബുദ്ധിമുട്ടും ഉണ്ട്. 100 ഡ്രോപ്പ് ഒരാൾക്ക് അടിച്ചു കയറ്റാൽ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിബ്രാൻഡ്ര എൻട്രിക്ക ഞാൻ സാധാരണ പോകാറേ ഇല്ല. റിസർച്ച് മെഡിസിനാണ്, സിദ്ധാർത്ഥിൻ്റെ റിസർച്ച് മെഡിസിനാണ്. ഡോസ് കുറച്ചുകൂടുത്ത ആക്ഷൻ ഉണ്ടാവില്ല. അവിടെ നമുക്ക് പിന്നെയും വരുന്നത് ഞാവൽപ്പൂളാണ്. ഞാവൽ സിസിജിയ ജിംനാമ ചക്കരക്കൊല്ലിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്ര ആക്ഷൻ പോരാണ്. ജിംനാമ ഭയങ്കര രസമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ശബ്ദം എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതുമായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ബൈക്കിൽ കന്യാകുമാരി പോകുന്നു. മഴ പെയ്തപ്പോൾ ഒരു പിന്നെ കയറിയത്. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറോട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മക്കളെ കൂടെ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ പിടിച്ച് നമ്മളെ ഇരുത്തി. കുറച്ചുമ്പോൾ മഴ പോകുന്നില്ല. പുള്ളിക്കാരകത്ത് പോയി കാപ്പിയിലായിട്ട് കൊണ്ടു. എന്ത് ചെയ്യുന്നു ഇത് ആദ്യം ചോദിച്ചു. ഹോമിയോപ്പതി ആണെന്ന് വെച്ചാൽ പുള്ളി താല്പര്യമായിരുന്നു. എന്നിട്ട് പുള്ളി അകത്ത് പോയിട്ട് പഞ്ചസാര എടുത്ത് പോന്നു. പഞ്ചസാര എല്ലാവരെയും കൈയിട്ട് തന്നു. ഒരു അരക്കരണ്ടി വീതം വൈകിടാൻ പറഞ്ഞു. പിന്നെ വൈകിട്ട് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, 6 പേരുണ്ട്. നല്ല മരം പഞ്ചസാര ആണെന്ന് ഉറപ്പല്ലേ. പാത്രം ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇത് പാത്രം ഇവിടെ വെച്ചു. ഊണ് ഇവിടെ വെച്ചു. എൻ്റെ പുള്ളി അകത്ത് പോയിട്ട് പൊടിയെടുത്തു. പൊടിയെടുത്തിട്ട് നമ്മൾ കൈയിട്ട് കഴിക്കാൻ പറ്റും. കഴിച്ചു. കഴിച്ചിട്ട് ഈ പഞ്ചസാര വീണ്ടും കൈയിട്ട് തന്നു. കഴിച്ചപ്പോൾ മകരമില്ല. നടത്ത സംഭവം സെക്കൻഡിൽ പഠിക്കും. ഭയങ്കര അതിശയം. ഞങ്ങളയാളെ വലിയ പ്രതികരിച്ച് ബാക്കി ലാസ്റ്റ് അയാളുടെ നിന്ന് കുറച്ച് ഇലയൊക്കെ വാങ്ങിച്ചും പോയി പിടിച്ച് ഉണ്ടാക്കി. ഇവിടെ ഒന്ന് മതമെന്നായിരുന്നു എൻ്റെ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. മതമെന്നായിരുന്നു എറണാകുളത്തെ ഓമന എന്നുള്ള ആളൊക്കെ ഞാൻ കഴിച്ച മതമെന്നായിരുന്നു. ഹോമിയോപ്പതി കോളേജിലെ ആർമായിരുന്നു. അദ്ദേഹത്തെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞങ്ങൾ ടിഞ്ചർ ഉണ്ടാക്കി കുപ്പിയിൽ അടച്ചു വെച്ചു. ഒപ്പി വരുന്നവർക്കെല്ലാം കൊടുത്തു. ഭയങ്കര ആക്ഷൻ, കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഡോക്ടർ രമേശിൻ്റെ വീട്ടിൽ പോയപ്പോൾ രമേശിൻ്റെ അച്ഛനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ അയ്യോ ചേട്ടേ, അത് നമ്മുടെ ജിംനാമ അല്ലേ, ഞങ്ങൾക്ക് മരുന്ന് പണ്ടേ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കളിയാക്കിയിട്ട് പറയായിരുന്നു. കൊണ്ട് ബുക്കെടുത്ത് വായിച്ചുകൊണ്ട് കേൾപ്പിക്കും. പുള്ളിക്ക് ബ്ലൈൻഡേഴ്സാണ്. പുള്ളി രമേശിൻ്റെ ഫാദർ ബ്ലൈൻഡ് ആയിപ്പോയി. എന്നാലും ഭയങ്കര തറവാണ്. ഓരോ മെഷീൻ പിടിക്കുകയും പേജുകൾ തറവാണ്. പുള്ളി ആ പേജ് എടുത്തില്ല. പുള്ളിക്കിനെ മറിച്ച് പറഞ്ഞിട്ട് ജിംനാമയുടെ വാങ്ങുക നടന്നിട്ട് ഇത് വായിച്ചു നോക്കുന്നു. അത്ര തറവാണ് പുള്ളിക്ക് പഠിക്കും മെഷീൻ. അപ്പോൾ അത് ഒരു അബദ്ധം പറ്റിയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എന്നാൽ തന്നെയാണ് ജിംനാമ്പയ്ക്ക് കൂടുതൽ ആക്ഷൻ വരുന്നത് ഡിസീസിലാണ്. പിന്നെ ജിംനാക്ക് ഒരു ഗുണമുണ്ട്. ഈ ഡയബറ്റിക് ഉള്ളവർക്ക് സെക്ഷൽ പവർ കുറയും. അങ്ങനെ ഞാൻ ഒരു മരുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മരുന്ന് ഞാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജിംനാമ കൊടുത്താൽ ആ പവർ എല്ലാവർക്കും കുറച്ച് ഇൻക്രീസ് ചെയ്യും. ഡോസ് പവർ കുറയും. ആ ഉപയോഗം ഫിസിഷ്യനിലില്ല. അങ്ങനെ പ്രത്യേക സിംറ്റം ഈ ജിംനാമയ്ക്കുണ്ട്. പിന്നെ ഡയബറ്റിക് സിവിയർ ഡയബറ്റിക് വന്ന് ക്രോണിക് ഡയബറ്റിക് ആയാൽ അത് പ്രൊലോങ് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുന്നത് സൾഫർ ഫോളോഡ് ബൈ ലേക്കോപോഡിയാണ്. സൾഫർ കൂടുതൽ കൊടുക്കാൻ പാടില്ല, ഒറ്റ ഡോസ് കൊടുക്കാവും. 10 പൊട്ടൻസി. പിന്നെ ലേക്കോപോഡിയം
10 പൊട്ടൻസി, ആദ്യം 1, പിന്നെ 10, പിന്നെ 50 CM. ഈ CM എത്തുമ്പോഴത്തേക്കും മിക്കവാറും 2 കൊല്ലം ആവണം. അത്ര പ്രൊലോങ് ആയിട്ട് കൊടുക്കുക. കഴിയുന്നതും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക സെയിം പൊട്ടൻസി. ഡയബറ്റിക്കിനകത്ത് കൺട്രോൾ ആവും. ഈ സെക്ഷൽ പവർ ലോസ് ആവാതെ പിടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഡയബറ്റിക് പറ്റി എനിക്ക് പറയാനുള്ളത്. ഡയബറ്റിക് അങ്ങനെ പലപ്പോഴും പറയാറില്ലേ, ഡയബറ്റിക് ജീവിതം പാഴായി. പാഴാവില്ല, പാഴാതെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഒരിക്കൽ പാഴായത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കൽ പാഴായി പോയത് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമോ? കൊച്ചു പ്രയാസമാണ്. കൊച്ചു പ്രയാസം ശ്രമിക്കുക, നിർത്തിയില്ല. പിന്നെ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ പറ്റും. ആസിഡ് പോസ്റ്റ് ഓടിക്കാം. 10 ഒരു 1 in 30 days കഴിച്ചാൽ 2-3 മാസം കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ആസിഡ് പോസ്റ്റ് ഓടിക്കാം. അല്ലാതെ ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ് ഡൗൺ ആയി പോയാലേ റിക്കവറി കൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഡയബറ്റിക് പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് പ്രതീക്ഷ വേണം, ഇങ്ങനെ ആവുന്നു. അപ്പോൾ നേരത്തെ കണ്ട് ഡോക്ടർമാരെ കണ്ട്, ഹോമിയോപ്പതി ഡോക്ടർമാരെ കണ്ട് മരുന്ന് വാങ്ങണം രോഗിയുടെ. അപ്പോൾ അതിന് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, ലോകജനതയുടെ 80% വരെ ആക്രമിച്ചിരിക്കുകയാണ് ഡയബറ്റിക്. 80% ആൾക്കുണ്ടെന്ന് പറയും. വലിയ 80%-ൽ ഒരു 40% മന്ദിരന്മാരെയാണ് അങ്ങനെ ഓക്കായി കേട്ട്. പിന്നെ അവര് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ഇത്രേ ഉള്ളൂ. അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും, ഒരുപാട് സഹായിക്കാൻ പറ്റും. അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒന്ന് ജിഞ്ചർ നമുക്കുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ ജിംനാമാണ്. രണ്ടാമത് ജെൻസെങ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്. ജിൻസിങ്. ഈ മരുന്ന് ദുബായി കിട്ടും. ഭയങ്കര വിലയാണ്. ഒരു ക്യാപ്സൂളിൻ്റെ വില 30 dirhams 25 dirhams ഒരു ക്യാപ്സൂൾ. ഡെയിലി വെള്ളം കഴിക്കണം. ഈ പറഞ്ഞ ആക്ഷൻ ജിൻസിങ് നമ്മൾ ഒരു 12 drops ഡെയിലി രാവിലെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഏത് നെർവ് കംപ്ലൈൻ്റ് ആണെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റും. ഈവൻ ലംബാർ സിനോസിസ് വന്ന് കാല് തരിപ്പുണ്ടാവുന്നില്ല, അങ്ങനെയുള്ള കേസ് വരെ. IVDP വന്നിട്ട് സിവിയർ നമ്പരസ് വന്ന കേസ് ഞാൻ 2-3 ദിവസം റിക്കവർ ചെയ്ത് വിട്ടിട്ടു. അത് കംപ്രഷൻ്റെ രൂപം അനുസരിച്ചിട്ട് സൈലീഷ അല്ലെങ്കിൽ റൂട്ട കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ജിൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ട് 3 days അന്ന് അമ്പലത്തിൽ തുടങ്ങി. ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്ന് 4-ാം ദിവസം റിക്കവർ ചെയ്ത് പോയ ആളുണ്ട്. പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനത്തെ മരുന്നാണ് ജിൻസിങ്. ചിലപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്ത മരുന്നാണ്. അതുപോലെ ക്യാൻസർ വന്നിട്ട് ഒന്നും പറയാനില്ലേ, വിശപ്പില്ല ആഗ്രഹമുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്തു, അയണം കൊടുത്തിട്ടും അതിനേക്കടി കൊടുത്തിട്ട് റിക്കവർ ചെയ്തു. പക്ഷെ അവിടെ നമുക്ക് കൊടുക്കാൻ ഒരു ടിഞ്ചറുണ്ട്, ഇതിൽ കൊടുത്തിട്ടില്ല. കാലിയം അപ്പാരിലും പറ്റില്ല. അതൊരു 10 drops 3 times കൊടുത്താൽ 2-3 ദിവസം കൊണ്ട് വിശപ്പ് തന്നു കൊടുക്കും. ടേസ്റ്റ് ബഡ്സിൻ്റെ സപ്രഷൻ ഉണ്ടാകും. ടേസ്റ്റ് ബഡ്സിന് ഇതിങ്ങനെ വലിച്ച് കഴിച്ചോളൂ. അതാണ് പറയാനുള്ളത്. അപ്പം അല്ലേ അച്ഛൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നും കഴിക്കില്ലായിരുന്നു, കഴിക്കുന്നുണ്ട്. അതുകൂടെ നിൽപ്പുണ്ട്, അതുകൂടെ കിടപ്പുണ്ട്, അത് വേറെ കാര്യം. കഴിക്കുന്നുണ്ട്. പിന്നെ പെരിഫറൽ ന്യൂറോപ്പതി, സാധാരണ പെരിഫറൽ ന്യൂറോപ്പതിക്ക് സ്പൈജീലിയ കാക്ടസ് കാർബോവേജ് ചൈന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ കുറച്ച് കുറവായിരിക്കും. സ്പീഡായിട്ട് ആക്ഷൻ കിട്ടില്ല. സ്പീഡായിട്ട് ആക്ഷൻ കിട്ടണമെങ്കിൽ സിപ്പിന് 10 സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കണം. സിപ്പിന് 10 2 ദിവസം കൊടുത്തിട്ട് ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കിട്ടാറ്. ഒരു അറബി ഇവിടെ നിന്ന് സൗദി അറേബ്യ എന്ന് പറഞ്ഞാണ് ഖലിസ്ഥാനി ഫാമിലി. ഇപ്പോഴത്തെ
അവിടുത്തെ രാജകുടുംബത്തിലെ ഫാമിലിയുടെ അടുത്ത ഫാമിലിക്കാരാണ്. കേത്താൻ രാജകുടുംബത്തിലെ കേത്തായി. അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ പറ്റി അറിഞ്ഞിട്ട് ഇവിടെ വന്നു, എന്ത് കഴിച്ചും പോയി. അയാൾ കംപ്ലൈൻറ്റ് റിക്കവർ ചെയ്യും. ഡയബറ്റിക്കായിരുന്നു, നോർപ്പോയായിരുന്നു, കാല് കയറിയ കുത്താൻ പറ്റില്ല, സ്വിച്ചാൽ കാല് കുത്തിയാൽ സ്പ്രിങ്ങി പോലെ കഴിച്ച് കയറുന്നതാണ്. ഇതേ വെച്ചാണ് ഇവിടെ വന്ന് ഇന്റർനാഷണൽ ഹോട്ടലിൽ താമസിച്ചു. 10 വർഷം ഇവിടെ നിന്ന് 10 വർഷം കൂടുന്ന കുറേ മാറ്റങ്ങളുണ്ടായി. ഞാൻ സിപ്പിനായിട്ട് എന്നെ മാത്രമേ കൊടുത്തുള്ളൂ, വേറെ കൊടുത്തില്ല. 3 ദിവസം ഞാൻ പറഞ്ഞു കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. 10 ദിവസം പറഞ്ഞ് മാറ്റമുണ്ട്, ഞാൻ പുറത്തോട്ട് വന്നു. അപ്പോൾ കൊള്ളാൻ പറഞ്ഞു, മരുന്ന് കൊടുത്തു. ഡയബറ്റീസ് ഇവിടെ പതുക്കെ ഇന്നലെ ആക്ഷൻ പൗഷ്ടികത്തിനുണ്ട്. പൗഷ്ടികത്തിനും ഡയബറ്റീസ് ന്യൂറോപ്പതിയുടെ നമ്പലൻസ് ഇല്ലെങ്കിൽ ഫീലിംഗ് മസിൽസ് മസിൽ കയറുന്ന ഒരു അസുഖം ഡയബറ്റീസ് വെച്ച് ഇവിടെ പ്ലംബം പറ്റാ കൂടെ ആക്ട് ചെയ്യുക. പ്ലംബം പറ്റും. ടോട്ടൽ മസിൽ വരികയാണെങ്കിൽ പൗഷ്ടികവും, കാഫ് മസിൽ വരികയാണെങ്കിൽ പ്ലംബം പറ്റും, സോൾസിൽ വരികയാണെങ്കിൽ ചിപ്പിൻ. ഇവനത്തിൻ്റെ കൂടെ തന്നെ ഇവനെ കൊടുത്തിട്ട് കോച്ചിങ് കൊടുക്കാം. അതുപോലെ ആക്ട് ചെയ്യും. പിന്നെ വേറൊരു നമ്മൾ നിസ്സാരപ്പെട്ടൊരു മരുന്നുണ്ട്, കാലിഫോസ്ഫോറിക്. കാലിഫോസ് 6X നല്ല ആക്ഷൻ ഡയബറ്റീസ് ന്യൂറോപ്പതിക്ക്. ഞാൻ 4th അവറിൽ കൊടുക്കാറുണ്ട് ചില ആളുകൾ. ഭയങ്കര ന്യൂറോപ്പതി കമ്മിയാണ്. 4th അവറിൽ 6X പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ലോങ് വിത്ത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ. പാക്ക് വയ്ക്കാൻ നമുക്ക് നല്ലൊരു സാധനം ഉണ്ടാവും. പലപ്പോഴും ഉപയോഗിക്കാറുള്ള മരുന്നാണ് കൽക്കരി ഫോസ്. കൽക്കരി ഫോസ് ഹൈ പൊട്ടൻസി കൊടുത്ത് പൊക്കം പൊപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെ സാർ? പൊക്കം വെക്കാത്ത പിള്ളേർക്ക് പിള്ളേർക്ക് ഒരു 15 വയസ്സിന് താഴെയാണെങ്കിൽ കൽക്കരി ഫോസ് 1 10 ഗാജറ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ പൊക്കം വെക്കും. 123 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന ആള് ഇപ്പൊ ഞങ്ങൾ എന്റെ ട്രീറ്റ്മെന്റ് 1 വർഷം മേളിലായി 1.5 വർഷം 147 ആയി. 24 സെന്റിമീറ്റർ കൽക്കരി ഫോസ് അങ്ങനെ ആക്ഷൻ ഉണ്ട്. അത് അക്കാലത്ത് കൊടുക്കാൻ പാടില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ആക്ഷൻ കുറയാണ്. ചെറുപ്പത്തില്ല 10 വയസ്സ് അറിയാമല്ലോ, ചെറുപ്പത്തിൽ പ്രസംഗിക്കുമ്പോൾ അറിയാമല്ലോ പക്രമാണോന്ന് അറിയാൻ പറ്റും. കൊടുത്തിട്ട് മാറ്റം. ഡെവലപ്മെന്റൽ ഡിലേസിനാണ് തോന്നുന്നത് കൂടുതലും. നമ്മൾ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ഡെവലപ്മെന്റൽ ഡിലേ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മണ്ടനായിട്ട് വരുന്നതിന് കൽക്കരി കാർബൺ, ഡിലേ ഇൻ വാക്കിംഗ്, ഡിലേ ഇൻ സ്പീച്ച്, ഡിലേ ഇൻ മൂവ്മെന്റ് ഓഫ് ദ ബോഡി, അതൊക്കെ വരുന്ന കൽക്കരി കാർബൺ. ഇത് ബോണ്ടാണ് കൂടെ ഡിലേ ബോൺ ഫോർമേഷൻ. പിന്നെ ഫ്രാക്ചർ ഇല്ല. അത് ഒരു പേഷ്യൻ്റ് എൻ്റെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 35 വർഷം മുമ്പാണ്. എൻ്റെ കുട്ടിയുടെ കൈ പൊട്ട ഒടിഞ്ഞു പോകും ഡോക്ടറെ. ഇങ്ങനെ പൂപോലെ കൊണ്ടു നടക്കുകയാണ്. ഞാൻ തള്ള കാണിച്ചത് ഇങ്ങനെ തട്ടിയാൽ മതി, തട്ടി കാണിച്ചത് കൈ ഒടിഞ്ഞു പോയി. ഞാൻ അവരെ സിലിണ്ടറിട്ടേക്കിട്ടാ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിയാൽ മതി, ഒടിഞ്ഞു പോകുന്ന ഇങ്ങനത്തെ കാണിച്ചാണ് കൈ ഒടിഞ്ഞു പോയി. ആ കുട്ടി കംപ്ലീറ്റ് റിക്കവറി ആയി. കൽക്കരി കാർബൺ ഓസ്റ്റോജനിക് ഇൻപെർഫെക്റ്റ് ഡയഗ്നോസിസ് എങ്ങനെ വരുന്നത്? സർ, നമ്മുടെ സെഷന് ഒരുപാട് പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവരോട് അപ്പൊ ആദ്യമായി കംപ്ലൈന്റ് ഈ പറഞ്ഞാണെങ്കിൽ പറയാം, എല്ലാവർക്കും ചോദിക്കാം. കുറുപ്പ് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഡോക്ടർ ശ്രീധർ സർ ചോദ്യം കണ്ടാൽ കൂടായിരുന്നു കേട്ടോ. സാറേ, ഒരു സംശയം. രണ്ടാമത്തെ കേസ് പിറ്റ്യൂട്ടറി അഡിനോമ കേക്കാവോ? കേൾക്കാം. പിറ്റ്യൂട്ടറി അഡിനോമ ഇത് ആർണിക്ക ഏത് ഇൻഡിക്കേഷൻ കൊടുത്തത്? ആർണിക്ക കൊടുത്തത് അയാളുടെ കുറച്ച് കുറഞ്ഞു പോയി. അയാൾക്ക് ഓർമ്മക്കുറവ് നല്ലോണം വന്നു.
പിന്നീട് മുടി കൊഴിച്ചിലും വന്നു അയാൾക്ക്. മുടി കൊഴിച്ചിൽ പറഞ്ഞാൽ ചില ആൾക്ക് ഭയങ്കര സങ്കടമാണ്. മുടി കൊഴിയാൻ തുടങ്ങിയ പിന്നെ ഒരു ഭയങ്കര സങ്കടമാണ്. ഞാൻ അത് മാറിക്കാൻ കൊടുത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ പിന്നെ ഒരു ഡോസ് കൊടുത്താൽ ഇപ്പം ഒരു കേസിന് ഞാൻ ഇന്നലെ പറഞ്ഞ കേസിന് എന്താണോ എനിക്കറിയില്ല, ഒരു 2-3 കേസിൽ ഗ്രേഡ് വിട്ടുപോയിട്ടുള്ളൂ. ഫോർമേഷൻ നമ്മൾ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ കാലിന് ചില വ്രണം വരും. ക്യാപിറ്റൽ 0.3 ഒറ്റ പുല്ല് കൊടുത്താൽ മതി, അത് കൺട്രോളിങ് പോകും. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് മരുന്ന് കൊടുക്കേണ്ടെന്നുള്ള ശാസ്ത്രമൊന്നും വേണ്ട, ആവശ്യമൊന്നും കൊടുക്കാൻ നോക്കും, കുഴപ്പമില്ല. സാറേ അതുപോലെ ഈ ഡയബറ്റീസ് മോസ്കസ് വളരെ എഫക്റ്റീവ് ആണല്ലോ. സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മോസ്കസ് ഈ സെക്സ്വൽ വീക്ക്നെസ്സിന് ഡയബറ്റീസിന് മോസ്കസ് പറയുന്നുണ്ട്. ഞാനിപ്പോ എന്ന് വെച്ചാൽ ചില കണ്ടീഷന് ഒന്നും മരുന്ന് ഡെവലപ്പ് ആക്കിയാൽ പിന്നെ അത് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ കുഴപ്പമിരിക്കട്ടെ, ചേഞ്ച് ചെയ്യില്ല. ലേക്കോപ്പൊടി അങ്ങനത്തെ ഒരു മരുന്നാണ് എൻ്റെ. ഓക്കെ, ലൈക്കോപ്പൊഡിയത്തിനുണ്ട്, അത് എനിക്കറിയാം. പക്ഷെ ഈ മോസ്കസിനും കാണുന്നുണ്ട്, കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇതെല്ലാം എക്സ്പോസ് ചെയ്യുന്നതിന് വളരെയധികം നന്ദി, വളരെയധികം താങ്ക്സ്. നന്ദി, നമസ്കാരം. നമ്മൾ തല വെച്ചുകൊണ്ട് നടന്നിട്ട് വലിയ കാര്യമുണ്ടോ? അറിവുള്ള കാര്യം കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇല്ലാത്ത ഇങ്ങോട്ട് വാങ്ങുക. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങൾ വല്ലതും പറഞ്ഞു തരണം. ഞാനും ഇപ്പോഴും സ്റ്റുഡൻറ്റാ. ഇങ്ങനെ അറിവുള്ള ഇങ്ങനെ പറയുമ്പോൾ അത് ജൂനിയേഴ്സാണ് സാറെന്ന് ഇങ്ങനെ പറയും, അത് വേണ്ട. ഗ്രൂപ്പിനെ പറ്റിയല്ല, ഗ്രൂപ്പ് എന്റെ സീനിയറാണ്. ഞങ്ങളൊക്കെ സാറിന്റെ ഇതല്ലേ സ്റ്റുഡൻസ് പോലെ ഉള്ളൂ. നമ്മൾ സാറിനെ കണ്ട് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഹോമിയോപ്പതി മാത്രമല്ല സാറേ, സാറിന്റെ എളിമ, അറിവ് പകരാനുള്ള മനസ്സ് ദൈവത്തിന്റെ ഒരു കടാക്ഷങ്ങളല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. അത് പലരും പറയാറുണ്ട്. ഹോമിയോപ്പതി മാത്രമല്ല കണ്ടുപിടിക്കാൻ, പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ. പേഷ്യന്റ് മിനിഞ്ഞാന്ന് വന്ന പേഷ്യന്റാണ്, ഒരു ചെറുമോളെയും കൊണ്ട് വന്നതാണ്. അപ്പൊ ഇവര് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി എന്നെ കിട്ടിയ ലാസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അടി കഴിച്ചിട്ടുണ്ട്. അവരെ അച്ഛനുണ്ട്, അവരെ പാപ്പമാണ് കൂടെ ഈ കൈ വെച്ചോണ്ടിരിക്കുക. അപ്പൊ എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ഡോക്ടറടുത്ത് പണ്ട് എന്നെ പാപ്പ ചെറുപ്പത്തിൽ കൊണ്ടിട്ടുണ്ട്, ഇപ്പോഴേ ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് വന്നിട്ടുണ്ട്, സാറ് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുകയാണ്. 10-20 വർഷം മുമ്പുള്ള സംഭവമാണ് ഈ പറയണത്, 25 വർഷം മുമ്പാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗിഫ്റ്റല്ല. അദ്ദേഹം എന്തോ പറഞ്ഞ പോലെ നമ്മൾ നന്മ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്ന പോലെ ഗിഫ്റ്റാണ്. നന്മയ്ക്ക് അങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാവും, നമ്മൾ അറിയാതെ. സാറിന് പ്രായമാകുന്നില്ല, ഞങ്ങൾക്കൊക്കെ പ്രായമാകുന്നുണ്ട്, സാറിന് പ്രായമാകുന്നില്ല. അത് ഞാൻ പറയാം, ഗോഡ് ഗിഫ്റ്റാണ്. ഈ വന്ന് പറയുമ്പോഴേ വന്ന് പറയാ നമുക്ക് നഷ്ടം തോന്നും. അപ്പൊ ഞാൻ ഒരു മാറ്റവും ഇല്ല. കാരണം അന്ന് കണ്ടത് തന്നെയുണ്ട്. മുടി കുറച്ച് സാറേ സത്യം പറഞ്ഞാൽ ചിലപ്പോ അസൂയ പോലും തോന്നിപ്പോകാറുണ്ട് സാറിനെ കാണുമ്പോ. കുഴപ്പം എന്റെ അടുത്ത് ആദ്യം പ്രസവിക്കുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നില്ലേ, അന്ന് നിങ്ങള് വളരെ ചെറുപ്പം ഓടിച്ചടി വന്നത്. നിങ്ങള് രാത്രി അദ്ദേഹം വിളിച്ച് നിങ്ങളടുത്ത് ഡൽഹിയിൽ പറയുന്നു, രാവിലെ എന്റെ വീട്ടിൽ നിങ്ങൾ എത്തി കുപ്പി വാങ്ങാൻ. ഒരു മരുന്നിന്റെ കുപ്പി ഓർമ്മ ഉണ്ടോ? ഉണ്ട് സാറേ, എങ്ങനെ മറക്കും? അങ്ങനെയല്ലേ നമ്മൾ ആദ്യം കാണുന്നത്. അതെ, ആദ്യം കാണുന്നത് എങ്ങനെയാ? കേട്ടിട്ടുണ്ട്. അന്നാണോ ആദ്യം കാണുന്നത്? അതിന് മുമ്പ് ഇന്റർവ്യൂവിന്റെ അന്ന് ആദ്യം കാണുന്നത്. അന്ന് ആക്സിഡന്റ് ആയത്. ആക്സിഡന്റ് ആയി. അതെ, ആക്സിഡന്റ്. ഞാന് സാറിനെ ഹോക്സ് വാഗനിൽ കൊണ്ടുവരികയായിരുന്നു. ഒരു വണ്ടി വന്ന് തട്ടിയിട്ട് എന്റെ വണ്ടിയിൽ പോയി നേരെ പൊങ്ങിയിട്ട് ഒരു ഓടയുടെ അപ്പുറം നിൽക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. സാറ് ബാക്കിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടെങ്കിൽ ഞാൻ എന്റെ എക്സാമിഷൻ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി പൊന്തിയിട്ട് നേരെ പൊങ്ങിയിട്ട് ഒരു ഓടയുടെ 2 സൈഡിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ നാട്ടുകാരനെ കൂടെ വന്ന് പൊക്കിയാണ് പുറത്ത് വെച്ച് വെച്ചത്. ഒരു അവിടെ ഉണ്ടായില്ല, ആ വണ്ടിയിൽ നിന്ന് ഓടിച്ചു കോഴിക്കോട് വരെയും ചെയ്തു. മംഗലാപുരം സംഭവിച്ചത്. ഒരു കന്യാസ്ത്രീകൾ ഓടിച്ച വണ്ടിയായിരുന്നു തട്ടിയത്.
ഞാനൊരു മാപ്പൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പോയി. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സർ. പലതരം അഗ്രസീവ് ക്യാൻസറുകളും പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഒക്കെ തന്നെ ഉള്ളവര് പലതും ട്രീറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹോമിയോപ്പതിസ്റ്റിന്റെ അടുത്തും പലപ്പോഴും ട്രീറ്റ്മെന്റിന് ചെല്ലാറുണ്ട്. സർ, അത് അങ്ങനെയുള്ളത് ബിഗിനേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണോ അതോ എങ്ങനെയാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വേറെ ഒരു സിസ്റ്റത്തിന് ഒന്നും ചെയ്യാനില്ല. അവർക്ക് നമ്മൾ കാര്യം പറയണം. അവർ ഇത്രയും ശരീരം മോശമാണ്, ഇതും കൂടി ചെയ്തു തരാം, കൊച്ചൊക്കെ മാറ്റം ഉണ്ടാവും, ഒരു മോഡിഫൈഡ് ലൈഫ് എന്നാ പറയാവൂ. നമ്മൾ ഒരു ഭയങ്കര ആഗ്രഹമൊന്നും കൊടുക്കരുത്. ഒരു ഹോമം തന്നെ അഗ്രസീവ് കേസ് വന്നാൽ നമ്മൾ ഒരിക്കലും ഇപ്പം നുള്ളിക്കളയാന്നുള്ള വാക്ക് കൊടുക്കാൻ പാടില്ല. അത് നമുക്ക് ദോഷം വരും. അവരത് പ്രതീക്ഷിച്ചിട്ടിരിക്കും. പല പേഷ്യന്റ് പറയും, സാറേ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഇന്നയാള് പറഞ്ഞു വിട്ടിയാണ് ഞങ്ങൾ, അതുപോലെ ഗുണം കിട്ടുന്നില്ല. നമ്മൾ അവർക്ക് കിട്ടിയെന്ന് പറയും, കിട്ടിക്കാണും, നിങ്ങളെ പോലെ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. അത് പഠിച്ചു ഞാൻ പറഞ്ഞു വലമ്പയ്ക്ക് ഞാൻ ആദ്യമേ ലെക്ചർ കൊടുക്കും രോഗത്തെ പറ്റി വല്ലാത്ത പറ്റി. അപ്പൊ അവര് പറഞ്ഞ അങ്ങനെ അല്ലല്ലോ, സാറിനടുത്ത് വന്നാല് കംപ്ലീറ്റ് നുള്ളിക്കളയെന്ന് വേണ്ടിയാണ് പറഞ്ഞത്. അതൊരു വിശ്വാസം. ഞാൻ ഉത്തരവാദി അല്ല എല്ലാവർക്കും. അവർക്ക് കിട്ടിയ അനുഭവം കൊണ്ട് പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അനുഭവം കിട്ടണമെന്നില്ല. ഈ രോഗത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ള മോഡിഫൈഡ് ലൈഫ് എനിക്ക് തരാൻ പറ്റും. പ്യൂർ പ്രതീക്ഷിക്കുന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. ദൈവത്തിന് സ്തുതി പറയാം. എനിക്ക് സ്തുതി പറയണ്ട, ദൈവത്തിന് സ്തുതി പറയാം എന്ന് പറയാറുള്ളൂ. അഡ്വാൻസ് കേസ് വന്ന് പറഞ്ഞിട്ടുണ്ട്. പല കേസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല മണ്ണാഞ്ചേരി പേഷ്യന്റെ കാര്യം ഭയങ്കര ഒഫൻസീവായിട്ട് കിടന്നതാണ്. ഒഫൻസീവായിട്ട് കിടന്ന് ക്രിയോസോട്ട് 10 ആദ്യം കൊടുത്തതായിരുന്നു. അന്നത്തെ ആ സമയത്ത് ഞാൻ ക്രിയോസോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓഫൻസീവ് മാറാൻ വേണ്ടി മാറി. അതിന് ഇവിടെ മലപ്പുറത്തൊരു കേസ് പയ്യൻ മുറുക്കിയിട്ട് മുഴുവൻ പഴുത്ത് ഭയങ്കര സ്മെല്ലോട്ട് കിടക്കുകയാണ്. അവർക്ക് ആ സ്മെല്ല് മാറി കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അപ്പൊ എന്നെ വിളിച്ചും പോകുന്നത് അന്നത്തെ DSP ആണ് കൊണ്ടുപോകുന്നത്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴേ DSP എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ സാറിന് എസ്കോർട്ട് വന്നാൽ പോയിക്കൂടെ? എസ്കോർട്ട് പ്രശ്നമല്ല, എനിക്ക് പരിചയത്തിലുണ്ട് അത് പറയുന്നത്. പറഞ്ഞത് ശരിയാണ്, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വരാം. തിരുമാൻ ഒരു DSP ആയിരുന്നു. അങ്ങയുടെ പുത്രനാണ് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി പിണറായി വിജയന്റെ തണിലോ അയാളുടെ ഫാദറാണ് റഹ്മാൻ സാഹിബ്. അദ്ദേഹം എൻ്റെ കൂടെ വന്നു, ഞാൻ പോയി കണ്ടു. അത് ഭയങ്കര വീട്ടിൽ ഒരുപാട് ആളുകൾ, ഞാൻ ആളുടെ തട്ടിപ്പോയി കിടന്നു കഴിച്ചു. സംഗതി കാപ്പനാണ് കൊതിക്കുന്നു, കുന്തിരിക്ക പോക്കുന്നു, തുറന്നു വൈകി കളിക്കുന്നു. ഈ മണം കാരണം ഭയങ്കര സ്മെല്ല്, മാംസത്തിൽ വരുന്നത് ഭയങ്കര പ്യൂരിഫൈഡ് സ്മെല്ലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പ്യൂരിഫൈഡ് സ്മെല്ല് ഞാൻ മാറ്റാൻ നോക്കാം, വേറൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പല്ലൊക്കെ പുറത്ത് കാണാം, ഒരു എക്സോസ്റ്റിക് ലുക്ക്. നമ്മൾ ചില സിനിമയിൽ കാണാറുണ്ട് പ്രേതങ്ങൾ, അതുപോലത്തെ ലുക്കായിരുന്നു. ഭയങ്കര വലിയ 28 വയസ്സുള്ളൂ. 28, 29, 30 വയസ്സിന് താഴെയാണ്. അയ്മൂന്ന് പറഞ്ഞു, അഹമ്മദാണ് പേര്. അയ്മൂന്നാണ് പിഴിപടി കോൺട്രാക്ടറുടെ മകനായിരുന്നു. ഞാൻ ആദ്യം കൊടുത്ത റിസൾട്ട് കൊടുത്തതിന്റെ പിറ്റേന്ന് ഞാൻ വിളിച്ചെങ്കിൽ സാറേ സന്തോഷമുണ്ട്, ഒരുപാട് ഉപകാരമുണ്ട്. മരിച്ചുപോയി നമുക്ക് സങ്കടമില്ല. കാരണം അവൻ മരിച്ചുകൊണ്ട് അവന് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി ആളുടെ ട്രാക്ക് വെക്കുന്ന ഒരു പേടിയായിരുന്നു നോക്കൂടെ. അതെന്തായാലും ഉണ്ടാവില്ല. അതാ ക്യൂസറ്റിന്റെ ആക്ഷൻ. ക്യൂസറ്റിന് ആ സ്മോൾ ഒഫൻസീവ് ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ വേറൊരു മരുന്ന് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് മരുന്നിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ കിട്ടിയ മരുന്നാണ് ഞാൻ കൊടുക്കുന്ന. 10 എന്നേ കൊടുക്കത്തുള്ളൂ. ലെഫോട്ടൻസി പോലെ ആക്ഷൻ പോലെ 10 കൊടുത്തതിന് ഭയങ്കര ആക്ഷൻ. പിന്നെ അവർ കിടന്ന് ഉറങ്ങും. അപ്പൊ അങ്ങനെയാണ് ഡിസ്ചാർജസ്. കുട്ടിയുടെ ഡിസ്ചാർജ് ആണെങ്കിലും ടെക്നിക്കൽ ഡിസ്ചാർജ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണ് കാര്യങ്ങൾ. ഹോമിയോപ്പതി കോളേജ് ഞാൻ വന്നപ്പോഴത്തേക്കും ഹോമിയോപ്പതി നമ്മളെ ഡോക്ടർമാരൊന്നും അംഗീകരിച്ചില്ല. അന്ന് ഹോമിയോപ്പതി തെറ്റ് പറയുന്ന കുറ്റം പറയുന്ന ആളുകളായിരുന്നു അന്ന് തിരുവനന്തപുരത്ത്. ഡോക്ടർ ഐസറിന്റെ നമുക്ക് ഡോക്ടർ ഹരിഹരൻ ചോദ്യം ചോദിക്കാനുണ്ട്. ഡോക്ടർ ഹരിഹരൻ. ഹലോ സാർ, ഞാൻ ഡോക്ടർ ഹരിഹരൻ, അമ്പലപ്പുഴ. എനിക്ക് ചോദിക്കാനുള്ള സാറേ, എനിക്ക് ഒരു 15 വയസ്സായ കുട്ടിയുടെ കേസ് ഉണ്ട്. കേൾക്കാവോ? അത് റേഡിയൽ ആർട്ടറി അന്യൂറിസം ആണ്. റേഡിയൽ ആർട്ടറിയിലുള്ള അന്യൂറിസം ആണ്.
അവര് മെഡിക്കൽ കോളേജ് അവർ കൊണ്ടുചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒക്കെ കൊണ്ടുവന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ കൊടുത്തത് സൈലീഷ്യ 10 ആണ് ഞാൻ കൊടുത്തത്. സാറിന് വേറെ മരുന്ന് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ബ്രേറ്റ മ്യൂരാറ്റിക്കും ബ്രേറ്റ കാർബോണിക്കും 30 പൊട്ടൻസി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അനുവദിക്കും പറഞ്ഞു കിട്ടും. ആദ്യത്തെ അനുവദിച്ചാണെങ്കിലും എൻ്റെ ഒരു പ്യൂൺ ഉണ്ടായിരുന്നു നമ്മുടെ കോളേജില്, ഭരതൻ എന്ന് പറഞ്ഞ ആള്. അയാള് ഒരിക്കൽ അയാൾക്ക് അപ്പൻഡിസൈറ്റിസ് വന്നു പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് അന്ന് രാവിലെ ഓപ്പറേഷനാണ്. അപ്പം ഞാൻ വന്ന ഡോക്ടർ ഉമാൻ സ്റ്റുഡൻറ്റാണ്. സാറ് നമ്മൾ ഭരതൻ സാറിന് ഭരതേട്ടന് അപ്പൻഡിസൈറ്റിസ് വന്ന് രാവിലെ ഓപ്പറേഷനാണ്, പിതാമ്പ സാറിന് ഓപ്പറേറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു സാറിന് കാണുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി. നമ്മുടെ ഹോസ്പിറ്റലിൽ പടിഞ്ഞാറ് വശം ഹോമിയോപ്പതി കോളേജും കിഴക്ക് വശം അലോപ്പതി ഹോസ്പിറ്റലാണ്, ബീച്ച് ഹോസ്പിറ്റൽ. ഞാൻ പോയി കണ്ട് ഞാൻ വെറുതെ വന്ന് കൈ അവിടെ പിടിച്ചു. ഭയങ്കര പൾസേഷൻ. ഞാൻ റഹ്മാൻ പറഞ്ഞ പൾസേഷൻ, റഹ്മാൻ ഇത് അപ്രീഷിയേറ്റ് ആവാൻ വഴിയില്ലല്ലോ, ഇത് അന്വേഷിച്ച് ആവാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പോയി വിദ്യാഭ്യാസ സാറിനെ കണ്ടിട്ട് ഞാൻ വിദ്യാഭ്യാസ സാറിന് അഭിപ്രായം പറഞ്ഞു. വെരി ഡയഗ്നോസിസ് കഴിഞ്ഞാൽ സാർ ഒന്നും കൂടെ നോക്കുക, മനുഷ്യമായ തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഞാൻ ശരിയെന്ന് ഞാൻ ബാധിക്കുകയല്ല, സാർ എന്നേ ശരിയായിരിക്കും, നോക്കാൻ ഒന്ന് നോക്കിയിട്ട് കൂടി മൈ ഗോഡ്, ഞാൻ കത്തി വെച്ചിരുന്ന അവൻ്റെ ആഫീസ് കൂട്ടിയായിരിക്കും. അന്ന് ഭരതൻ രക്ഷോട്ട് അങ്ങനെയാണ്. അപ്പൊ എന്നാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മരുന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2-3 മരുന്ന് പറയുന്നുണ്ട്, കൊടുത്തു നോക്കാം. ഞാൻ ബറേറ്റ കാർബാണ് കൊടുത്തത്. ബറേറ്റ കാർബ് 30 2-3 ദിവസം കൊണ്ട് ആ പൾസേഷൻ കൺട്രോളായി. മരുന്നിന് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു ഒരാഴ്ച. മരുന്ന് നമ്മുടെ ആയിരുന്നു. പീതാംബര സാറിന് നമ്മൾ പിള്ളേരെ സദ്യ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സാറ്. അന്നൊക്കെ അലോപ്പതിക്കാർ ഒരുപാട് സഹകരണമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ IMA പോലെ ഒന്നുമല്ല, ഒരുപാട് സഹകരണമുണ്ട്. ജോസഫ് സാറുണ്ട്, ജോർജൻ സാറുണ്ടായിരുന്നു, ജോസഫ് സാറുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ഹോമിയോപ്പതി എൻകറേജ് ഉണ്ടായിരുന്നു. ഒരു പയ്യുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഹോമിയോപ്പതി നമ്മളെ പിള്ളേരെ പഠിപ്പിച്ചൊക്കെ അവരാ. അതുകൊണ്ട് അവർ മിടുക്കന്മാരായത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകായിരുന്നു, ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു, WNC ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. ഇങ്ങനെയൊക്കെ പഠിച്ചോളാം. അപ്പം റേറ്റ് മോറ് കൊടുത്തോളൂ, ചെയ്ത് നോക്കുക. പരീക്ഷയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പരീക്ഷ കൊടുത്ത് അത്ര പെട്ടെന്ന് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അന്വേഷിച്ചതല്ലേ, എന്തെങ്കിലും ഗ്രോത്ത് അകത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറയാൻ സാധ്യതയുണ്ട്. ദിവസം ഡ്യൂട്ടി വേണ്ടി ഫൈബ്രോസിസ് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ വെറും അന്വേഷണം മാത്രമാണെന്നുണ്ടെങ്കിൽ സർ അടുത്തത് ഡോക്ടർ എബ്രഹാം വൈദ്യനാണ്. ചോദിക്കാം. സാർ ഇപ്പൊ ചോദിക്കാൻ അന്യൂറസിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. സാറാ പറഞ്ഞ മെഡിസിന് ബലൈറ്റ മ്യൂർ ആണോ ആദ്യം പറഞ്ഞത്? സാറേ ബലൈറ്റ കാർബ് പിന്നെ പുസ്തകത്തിൽ മ്യൂർ വരുമ്പോഴേ കുറച്ച് ഹൈപ്പർടെൻഷൻ ആയിരിക്കണം. അങ്ങനെ ഞാൻ ഡിഫറൻസ് ചെയ്യല്ല സാറേ. ഞാൻ ഹൈപ്പർടെൻഷൻ ആയിരിക്കും, അത് ഹൈപ്പർടെൻഷൻ ആയിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ പേഷ്യൻസിന്റെ ഇടയ്ക്കിലും ഈ അൺകൺട്രോളബിൾ BP ഉള്ള ആളുകൾ വരും. അലോപ്പതി മരുന്നിന് 3 എണ്ണം കഴിക്കും, നമ്മളെ മരുന്നും കഴിക്കും, അതുകൊണ്ട് കുറയില്ല. ഡയസ്റ്റോളിക് പ്രഷർ വല്ലാണ്ട് കൂടും. അങ്ങനെ കൂടില്ല, കമ്പാരിറ്റീവ്ലി 120, 130 ഡയസ്റ്റോളിക് കൂടും. ഡയസ്റ്റോളിക് കൂടുന്ന പേഷ്യന്റിന് ബലൈറ്റ മോർ ഭയങ്കര ആക്ഷൻ. 2-3 മാസം അടുപ്പിച്ച് കൊടുത്താലും മാറ്റമുണ്ടാവും. ഒരുപാട് കേസ് മാറിയിട്ടുണ്ട്, ഒരുപാട്. സാറേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാല് വളരെ ഫെയ്റ്റൽ ആയിട്ട് കണ്ടീഷൻ, ഓപ്പറേറ്റ് പോലും ചെയ്യാൻ വയ്യാത്ത അന്യൂറിസങ്ങളെ, എവിടെ അന്യൂറിസം ആയാലും ഹാർട്ടോ ബ്രെയിനോ മെസൻട്രിക് അന്യൂറിസം ഇടയ്ക്ക് ഉണ്ടായി കേസ് കിട്ടി. എല്ലാം അങ്ങേയറ്റം പോയത് ബലൈറ്റ കാർബ് വളരെ സ്പെസിഫിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബോറിക്കിൽ അതിനെപ്പറ്റി നിമിഷം പൊട്ടാം, ഒരു ബ്രെയിൻ ഏത് നിമിഷം പൊട്ടാന്ന് പറഞ്ഞ് ലേഡിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അവരെയാണ് ഏറ്റവും കൂടുതൽ 2 പേഷ്യൻ്റ് അവിടെ കൂടുതൽ കിടത്തിയിട്ടുള്ളത്. ഒന്ന് അവരും പിന്നെ ഒരു ഹംസ എന്ന് പറയുന്ന പേഷ്യൻ്റ്. അവിടെ നീ ജയിച്ചിട്ടുണ്ട്, 101 വയസ്സായി. 101 വയസ്സുണ്ട് ഇപ്പൊ അയാൾക്ക്. ഇന്നലെ മകൻ പിടിച്ചിരുന്നു.
ഹാർട്ടിന്റെ എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴേക്കും ഹാർട്ട് പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ സജ്ജീകരണവും കൂടെ എന്റെ മുറിയോട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർമാരും എല്ലാം കണ്ടുപിടിച്ചത് റേഡിയോമീറ്ററും മറ്റുള്ള എല്ലാം ഫീസിയിട്ടാണ് അയാളെ കൊണ്ടുകൂടെ കിട്ടിയത്. നമ്മുടെ ബന്ധുവിടെ റിക്കവറി ആയത്. പിന്നെ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അയാളെ ഒരു 105 ദിവസത്തോളം അഡ്മിറ്റ് ചെയ്തു. 105 ദിവസം ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ചെയ്ത് വെച്ചില്ല. അതിൽ കുറച്ച് അഡ്മിറ്റ് ചെയ്യാണ് ഈ ലേഡി. ഭയങ്കര രക്ഷ. താങ്ക് യു സർ. താങ്ക് യു സർ. അടുത്തത് ഡോക്ടർ ഹനാൻ. ഡോക്ടർ ഹനാൻ. സർ സർ കേൾക്കാമോ? സർ, ഈ ഡയബറ്റിസ് തുടങ്ങുന്നതിന് മുമ്പ് മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഒബീസിറ്റി, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ തുടക്കം, PCOD ഒക്കെ ഉള്ള, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഏതാണ് കൂടുതൽ സർ കൊടുക്കാറ്? അല്ലെങ്കിൽ അങ്ങനെ പാരമ്പര്യം അങ്ങനെ ഡയബറ്റീസിന്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ ഒബിസിറ്റി ഉണ്ടാവും പക്ഷെ ഓവർ ഡയബറ്റീസ് തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കണ്ടീഷൻ മെറ്റബോളിക് സിൻഡ്രോം കൂടുതലുള്ളവർക്ക് ഏതാണ് നമ്മൾ? സൾഫർ ഫോളോഡ് ബൈ ലേക്കോപൊഡിയം. സൾഫർ 10 കൊടുക്കുക. ഒരു 40 ദിവസം കഴിഞ്ഞ് ലേക്കോപൊഡിയം വണ്ണം കൊടുക്കുക. ഒരു 2 മാസം കഴിഞ്ഞിട്ട് 10 കൊടുക്കുക. പിന്നെ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് 50 കൊടുക്കുക. 6 മാസം ചെയ്യാൻ കൊടുക്കുക. അത് മിക്കവാറും കൺട്രോൾ ആയി വരും. അവർക്ക് ഒബിസിറ്റിയും കുറയോ? ഒബിസിറ്റിയും കുറയും. ലേക്കോപൊഡിയം എങ്ങനെ ആക്ഷൻ ഉണ്ട്? ഒബിസിറ്റി കുറഞ്ഞ ഒരു കേസ് കണ്ടുമാനം കുറഞ്ഞിട്ട് പിന്നെ പേടിച്ചു പോയ കേസ് വരെ ഉണ്ടിക്കണം. കുറഞ്ഞ ഹാറ് വലിയ ആയിപ്പോയി. ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടാണ് മാറ്റിയത്. അങ്ങനെ കണ്ടീഷൻ വന്നപ്പോഴേക്കും ഒരു ആ മരുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ മാറിയത്. ക്ഷീണത്തിന് കൊടുക്കുന്നത് മരുന്ന ഡയബറ്റിക്ക് വന്നിട്ട് കൊടുക്കണം. കാര്യം അപ്പനില്ല. വർഗീസേ ഓർമ്മണ്ടോ? അറിയാമോ? ഇരിക്കുന്നു. അതുപോലെ റിക്കവറി ആയത്. ഐഡം 3x ആണോ? ഐഡം ലോ പൊട്ടൻസി ആണോ? ടയർ മരുന്നിൽ പെട്ടതാണ് അത്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതല്ല, ഡയബറ്റീസിൽ പെട്ടതാണ്. തലവരും ബോധം പുതിയപ്പോൾ കണ്ടേക്കും. ഡോക്ടർ അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ഡോക്ടർ ജയചന്ദ്രനാണ്. ഹലോ, പറയൂ സുഹൃത്തെ. കേൾക്കുന്നുണ്ടോ? സുഹൃത്തെ, ഹാപ്പി ബക്രീദ്. ബക്രീദ് ആശംസകൾ. ബക്രീദ് ആശംസകൾ. താങ്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കുട്ടിയൊക്കെ എല്ലാം എന്റെ ബക്രീദ് ആശംസകൾ എല്ലാരെയും അറിയിക്കണം. ഇന്ന് നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ക്ലാസിന്റെ തുടക്കമൊന്നും കാണാൻ പറ്റും. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ട് നെറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവസാന ഭാഗങ്ങളെ കേൾക്കാൻ പറ്റിയുള്ളൂ. തുടക്കത്തിൽ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെന്നുണ്ട്. പിന്നെ നാളെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഒന്ന് അങ്ങനെ ബക്രീദ് ആശംസ പറയാൻ വേണ്ടി വിളിച്ചാണ്. ഓക്കെ. ആദ്യമേ ഈ സഭയോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു. എല്ലാവർക്കും എന്റെ ബക്രീദ് ആശംസകൾ. നാളെ സന്തോഷമുള്ള കാര്യം ഈ കോവിഡ് സമയത്ത് ഞങ്ങളുടെ പള്ളി തുറക്കുന്നുണ്ട്. പേഷ്യൻസിന് വേണ്ടി നമസ്കാരം. കഴിഞ്ഞ പെരുന്നാളും വീട്ടിലായിരുന്നു. 3 പെരുന്നാളും വീട്ടിലായിരുന്നു. സഭ കൂടിയത് 27 വരെ 28 വരെ കുടുംബക്കാരെ വിളിച്ചു നമസ്കരിച്ചു വീട്ടില്. അപ്പൊ ആദ്യമായിട്ട് പള്ളിയിൽ കിട്ടിയത് ഇന്നലെ ഈ നാളെയാണ്. വീട്ടിലെല്ലാവർക്കും എന്റെ അഭിനന്ദനം അറിയിക്കണം. പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാതെ. പിന്നെ ഇനി ചോദ്യം ചോദിക്കാനായിട്ട് ഒരാൾ കൂടിയാണ് ഉള്ളത്.
ആളുടെ പേര് കാണുന്നില്ല. റെഡ്മി 123 ഫോണിന്റെ പേരാണുള്ളത്. ആൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ആൾ ആരാണെന്നൊന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം സാറിനോട്. സാറേ, ഈ ഹോമിയോപ്പതിയിലുള്ള ഇൻസുലിൻ ഇല്ലേ, ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടല്ലോ ഹോമിയോപ്പതിയിലെ, ആദ്യം നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തും. സാറേ റെഡ്മി 123. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. ഡോക്ടർ ജോർജ് കുര്യൻ. ഇത് സെറ്റ് ചെയ്തപ്പോഴത്തേന് പേര് വന്നില്ലെന്നേ ഉള്ളൂ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുക അങ്ങനെ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് കമ്പ്യൂട്ടർ ഡോക്ടറാണോ ഡോക്ടറാ. ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി അവിടെ ഗ്രേഡറിന് വന്നപ്പോ സാറ് പഠിപ്പിച്ചിട്ടുള്ള. സാറേ, ഇൻസുലിൻ എന്ന് പറഞ്ഞ മെഡിസിന്, ഈ ഡയബറ്റിക്കിന് ഹോമിയോപ്പതിക് മെഡിസിൻ ഇൻസുലിൻ, അത് എന്തുമാത്രം എഫക്റ്റീവായിട്ട് വരാറുണ്ട്? ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് അനുഭവം കിട്ടിയിട്ടില്ല. ഡയബറ്റിക് പേഷ്യന്റിന് ചില സ്കിൻ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഡ്രൈ സ്കിൻ, ഇച്ചിങ്, അത് തന്നെ ഡിപ്പെൻഡിങ് ഓൺ ഡയബറ്റിക് ഇൻസുലിൻ എടുക്കുമ്പോൾ തലവേദന, അങ്ങനെയുള്ള കണ്ടീഷനും കൊള്ളാം. അതെല്ലാം വേറെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ആക്ഷൻ കിട്ടിയിട്ടില്ല. കോംപ്ലിക്കേഷൻ ഓഫ് ദ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡിങ് സ്കിൻ കംപ്ലൈൻറ്റ് നല്ല ആക്ഷനാണ്. അല്ലാതെ തന്നെ ഒരു ഡ്രൈ സ്കിൻ കൊടുക്കുന്നതല്ല. ഡ്രൈ സ്കിന്നുള്ള ആൾക്ക് ഇൻസുലിൻ 200 കൊടുത്തതിന് വൺസ് ഇൻ എ വീക്ക് ഒരു ഡോസ് കൊടുത്താൽ മതി. ഡ്രൈ സ്കിൻ ഒരു കുറേ ഫോളോഡ് ബൈ 4 കൊടുക്കുക. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് ഡോക്ടർ സുരേഷ്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. നമസ്കാരം സാർ, ഞാൻ കോട്ടയമാണ്. സാറിന് ഞാനുമായിട്ടൊരു പരിചയം നേരത്തെ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സാറിന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ CK സുകുമാരൻ, കോളേജിലുള്ള സുകുമാരൻ സാറിന്റെ സണ്ണിലാണ്. സാറിന്റെ മാരേജിനെ ഓർമ്മയുണ്ടോ സാറേ? സാർ, ഞാൻ ഒരു ഡൗട്ട് ഒന്ന് ചോദിക്കാനും കൂടെ ആയിരുന്നു. ഞാന് നമ്മുടെ ഹോമിയോ മെഡിസിൻ കഴിഞ്ഞിട്ട് ഞാൻ BAMS കൂടെ കഴിഞ്ഞിട്ടാണ്, രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാല് ഞാനിപ്പോ സാറിനോട് ചോദിക്കാൻ വന്ന ഡൗട്ട് ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ റീനൽ ഫെയില്യൂറിലെ ക്രിയാറ്റിൻ ലെവല് ഹൈ ആയിട്ട് കാണിക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ലെവല് ഹൈ ആയിട്ട് കാണിക്കുക. അത്തരം കേസുകളിൽ എങ്ങനെയാണെന്ന് അത് ചെയ്യാൻ പറ്റുന്നത്? നല്ല ഒരു ആക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. കൽക്കരി ആർട്സ് പറഞ്ഞാൽ വരുന്നത് അത് ക്രിയാറ്റിന് ഒരു അപ് ടു 6 വരെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ ചവിട്ടി വരാൻ സാധ്യതയുണ്ട്. 6 മേളിൽ പോയാൽ അതിന് വലിയ ആക്ഷൻ ഉണ്ടാകുന്നില്ല. അത് കാലിക്ലോർ ആണ് കൂടുതൽ വരുന്നത്. കാലിക്ലോറേറ്റ് 30 ഒരു ഡെയിലി ചോയ്സ് ഡെയിലി കൊടുത്താൽ എന്താ. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഒരു 12 ഉണ്ടായിരുന്നു, ക്രിയാറ്റിൻ 12 ഉണ്ടായിരുന്ന ആൾക്ക് കാലിക്ലോർ ട്രൈ ചെയ്തു. ഒരു 2 മാസം കൊണ്ട് അത് 6 ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ അയാൾക്ക് 4 സംതിങ് 4 വന്നപ്പോൾ എനിക്ക് സൂപ്പർമാർട്സ് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. കൊടുക്കാൻ ധൈര്യം പോലെ, കാരണം അതുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലൊക്കെ ഞാൻ കൊടുക്കുന്ന ഡീജനറേറ്റീവ്സിന് കൊടുക്കുമ്പോഴേ ഒരു സ്റ്റിഫിനും അല്ലെങ്കിൽ ട്യൂബോക്കോളിനും ഇന്റർകറന്റ് കൊടുക്കാറുണ്ട്. കിഡ്നിയില് സ്റ്റിഫിനത്തിനും ആക്ഷൻ ഉണ്ട്, ട്യൂബോക്കോളിനും ആക്ഷൻ ഉണ്ട്. പ്രോട്ടീൻ എവിടെ കൂടുതലുള്ളൂ, ഒരു ഓർഗന് പ്രോട്ടീൻ കൂടുതലുള്ള തരത്തിൽ ഇന്റർകറന്റ് ട്യൂബോക്കോളിന് നല്ല ആക്ഷൻ. ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ട്യൂമർ, ബ്രെയിൻ്റെ കണ്ടീഷൻസ്, കിഡ്നി കംപ്ലൈൻറ്റ്സ്, ലിവർ കംപ്ലൈൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്റർകറന്റ് ട്യൂബോക്കോളിന് ഭയങ്കര ആക്ഷൻ. ഇന്റർകറന്റ് ആയിട്ട് കൊടുത്താലും മതിയാവുമല്ലോ? മതി. ഓ, അത് ശരി. നിങ്ങൾ മരുന്ന് ചെയ്യുമ്പോൾ ഇന്റർകറന്റ് കൊടുത്താലും മതി. സാർ, ഞാൻ ഈ കേസില് എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ സാറിനോട് പറയാം. ഞാൻ നമ്മുടെ ബോർഹെവിൻ ഡിഫ്യൂസിയാ കൊടുത്തത്. അത് ഞാൻ ആയുർവേദത്തിനും കൂടെ പോയോണ്ട് അങ്ങനെ ഒരു ഐഡിയ. ബോർഹെവിൻ പുനർനവ
നമ്മുടെ തഴുതാമ നമുക്ക് മരുന്നുണ്ടല്ലോ. ബൊറോവിയൻ ഡ്യൂസ് ആണ് ഞാൻ കൊടുത്തത്. പക്ഷെ അത് ക്രിയാറ്റിനെല്ലാം ലോ ആയി. ഈ പേഷ്യൻസ് എനിക്ക് ഈ പറഞ്ഞ പേഷ്യൻസ് എല്ലാം ബോംബെ, ബാംഗ്ലൂർ അങ്ങനെയുള്ള കേസുകളായിരുന്നു. അപ്പൊ അവർക്ക് പെട്ടെന്ന് അക്യൂട്ട് പെയിൻ ഒക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോകും. ഞാൻ അവരോട് പറയും, നിങ്ങൾ അവിടെ പോയാലും ആന്റിബയോട്ടിക്സ് മാത്രം ദയവായി എടുക്കരുത്, ബാക്കി എന്തെങ്കിലും പെയിൻ കില്ലറോ അങ്ങനെ എന്തെങ്കിലും, എന്നാൽ പോലും അത് പ്രശ്നമാണെങ്കിലും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ക്രിയാറ്റിൻ ലെവലും കൂടുന്നുണ്ട്, നല്ല കൺട്രോളിൽ വരുന്നതാ. 9-ല് മേളിൽ നിന്ന സംഭവങ്ങളൊക്കെ ഇനി 4-ഉം 3-ഉം ഒക്കെ ടീച്ചർ ഇത് മാത്രമല്ല, സോളിഡാഗോ എന്ന് പറഞ്ഞല്ലോ. സോളിഡാഗോ നല്ല ആക്ഷൻ, സോളിഡാഗോ നല്ല ആക്ഷനാണ്. ഓക്കെ സാർ, അത് റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് തന്നെ കൊടുക്കണം അല്ലേ? കണ്ടിന്യൂ ചെയ്തു ഡെയിലി 3 ടൈംസ് കൊടുക്കാം. 8 ഡ്രോപ്സ് ലിമിറ്റ് ചെയ്താൽ മതി. 8 ഡ്രോപ്സ് ലിമിറ്റ് ചെയ്തിട്ട് പിള്ളേർക്കാണെങ്കിൽ കുറച്ച് കൊടുക്കാം. 8 ഡ്രോപ്സ് മാക്സിമം 3 ടൈംസിൽ കൊടുക്കാം. കണ്ടതിലും ഇന്റർകണ്ടിനും നല്ല ആക്ഷൻ ഉണ്ടാവും. എനിക്ക് വീൽ ഫെയിലും ക്യാൻസർ പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ വൈകല്യമുണ്ട്. സാറിനെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതിനകത്ത് എനിക്ക് പരിചയമുള്ള, ഞാൻ IFPHന്റെ മെമ്പർ അല്ല. എനിക്ക് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. ഞാൻ അങ്ങനെ എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ടായിരുന്നു. കുറെ ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് കയറുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് വിൻഡോ ക്ലോസ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് പരിചയമുള്ള CJ വർഗീസ് സാറിനെ മാത്രമേ എനിക്ക് ഒരു പരിചയം. സാറിന് എന്നെ മനസ്സിലായെന്ന് എനിക്ക് എല്ലാവരും സഹകരിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ള, ഞങ്ങൾ ഇപ്പോഴും അറിയാം. എന്നെ അറിയാവുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങൾ തമ്മില് കാണാത്തോണ്ട് ശ്രീഹരി സാർ ഓർമ്മയുണ്ടോ? നമ്മള് ഇവിടെ ദുബൈക്ക് പോയത് ഓർമ്മയുണ്ടോ? എല്ലാരും കൂടെ. ദുബായ്ക്കാരൻ കൈ പൊക്കിയിട്ടുണ്ട്. അത് തന്നെ, ദുബായിൽ നിന്ന് ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട് ഇപ്പൊ. ഫിറോസ്. അങ്ങയുടെ ക്ലാസ് ഒരുപാട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. സെറ്റ് സാറേ, അങ്ങയുടെ പറയുന്നു ഒരുപാട് നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. നല്ല കാര്യം. ഇത്തരം സെഷൻസ് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒത്തിരി താങ്ക് യു വെരി മച്ച്. സാർ, ഡോക്ടർ അനിലാണ്. പറയാമോ സാർ? ആദ്യത്തെ കേസിലെ ആ കാഴ്സിനോസിൻ കൊടുത്തില്ലേ? കാഴ്സിനോസിൻ 1 മൾട്ടിപ്പിൾ മൈലോമ കേസിലെ അത് എന്തെങ്കിലും കൊടുക്കാമോ? നമ്മുടെ ക്യാൻസർ 2-3 അഭിപ്രായ വ്യത്യാസമുണ്ട് പലരും കൊണ്ട്. അത് കാഴ്സിനോസിന് കൂടുതൽ കൊടുക്കാൻ വയ്യാത്ത രോഗം വെച്ചാല് ക്യാൻസർ, ഓപ്പൺ ക്യാൻസർ ഇല്ലേ, ലിവർ ക്യാൻസറിന് കാഴ്സിനോസിന് കൊടുത്താൽ ചിലപ്പോൾ ദോഷം ചെയ്തു. വെസൽസിന്, ബ്രെയിനിന് നല്ല ആക്ഷൻ കിട്ടുന്നു. കാരണം അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ സാറ് അത് ഓക്കെ. അപ്പൊ സാറ് സെക്കൻഡ് കേസിൽ മറ്റേ പിറ്റ്യൂട്ടറി അഡിനോമ പറഞ്ഞില്ലേ സാർ? അതിന് എനിക്കൊരു സജഷൻ, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എഫക്ട് എന്ന് പറയുന്നത്, നമ്മുടെ പിറ്റ്യൂട്ടറി 1 അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടു. ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്കിപ്പോ ഒരു ബ്രെയിൻ ട്യൂമർ വന്ന കേസില് പ്രൊലാക്റ്റിൻ റേസ് ആയിട്ട് ഒരു ബ്രെയിൻ ട്യൂമർ വന്നു. പ്രൊലാക്റ്റിൻ. അപ്പൊ അത് ഞാൻ പ്രൊലാക്റ്റിൻ 30 കൊടുത്തു. പ്രൊലാക്റ്റിൻ അതെ. പെട്ടെന്ന് തന്നെ, അതായത് ഒരു 1-2 മാസം കൊണ്ട് പ്രൊലാക്റ്റിൻ ഡ്രോപ്പ് ആയി. അതെ സാർ, ഒരു ഷെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്രൊലാക്റ്റിൻ പൊട്ടൻസി. അപ്പൊ അത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര എഫക്റ്റ് ആണ്. പ്രൊലാക്റ്റിൻ 30-ക്കാണ് ഭയങ്കര. അതെ, അപ്പൊ അതൊരു എക്സ്പീരിയൻസ്. അതെ. പിറ്റ്യൂട്ടറിനാണെങ്കിൽ ഹയർ പൊട്ടൻസി ആണ് കൂടുതൽ ആക്ഷൻ. വേറൊരു ആക്ഷൻ ഉണ്ട് അറിയോ? എനിക്ക് കിട്ടിയൊരു ആക്ഷൻ, ഒരു ചുമ വന്നു. അയാള് ചെറുപ്പത്തിൽ അയാൾക്ക് TB ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അത് മാറിപ്പോയി. വിദേശത്തൊക്കെ പോയി, അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ കോൾഡ് വന്നപ്പോഴത്തേക്ക് ചുമ തുടങ്ങി. ആ ചുമ മാറുന്നില്ല. അങ്ങനെ പല മരുന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ
അപ്പം തണുത്ത വെള്ളം കുടിച്ചാണ് ചുമയെന്ന് പറയുമ്പോൾ ലേക്കപ്പൊടി ഞാൻ കൊടുത്തു നോക്കി. ലേക്കപ്പൊടി ഭയങ്കര ആക്ഷൻ അങ്ങനെ ഒന്നും രക്ഷയില്ല. ലാസ്റ്റ് പിറ്റോട്ടിന് വണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മാറിയെങ്കിൽ എങ്ങനെ മാറി വെച്ചിട്ട് പിറ്റോട്ടിന് വണ്ണം കൊടുത്തതിന്റെ 3rd day അയാൾ വൊമിറ്റ് ചെയ്തു, ബ്ലഡ് വൊമിറ്റ് ചെയ്തു, ഡാർക്ക് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഭയങ്കര സ്മെല്ല് വരും. അതോടെ അയാൾ സുഖമായി, ബ്ലോക്ക് മാറി. അങ്ങനെ ഒരു കേസ് എനിക്ക് കിട്ടിയത്. അയാൾക്ക് ആ ബ്ലഡ് അവിടെ കിടന്നിട്ട് ക്ലോട്ട് ചെയ്ത് കിടന്നിട്ടാണ് പോയിരുന്നിട്ടാണ് അത് ഇറിറ്റേഷൻ ഉണ്ടായി ചുമ ഉണ്ടായത്. ബ്ലഡ് പോയി ഭയങ്കര ഒഫൻസീവ് ബ്ലഡ് ആയിരുന്നു, ബ്ലാക്ക് ബ്ലഡ് കൊടുത്തിട്ടാ പോയത്. അല്ല ഈ ഹോർമോണൽ മെഡിസിൻസ് കിട്ടുന്നുണ്ട് കേട്ടോ, 2-3 കേസ്. അത് ഈ ഭയങ്കര ഒഫൻസീവ് സാറ് ക്രയോസായിട്ട് പറഞ്ഞത് ഹിപ്പോസിനും ഭയങ്കര ഒഫൻസീവ് കഫാണ്. ഹിപ്പോസിനം അതെ. കഴിഞ്ഞ ദിവസം സമീഷ് സാർ ഒരു കേസ് പ്രസന്റ് ചെയ്തിരുന്നു. സമീഷ് സാർ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പൊ ഹിപ്പോസിനം കൊടുത്തപ്പോ കുറഞ്ഞെന്ന് സാറ് പറഞ്ഞായിരുന്നു. നമ്മളെ ഈ ഇമാതിരിയുള്ള മെഡിസിൻസിന് ഭയങ്കര ആക്ഷൻ ആണ്. പക്ഷെ പലരും അത് നെസ്റ്റ് പ്രൂവ്ഡ് ആണ്, അതൊന്നും ഉപയോഗിക്കില്ല. സാറേ ഫിറോസ് ആണ് സാറേ, ദുബായിൽ നിന്നാണ്. സാറേ എത്രത്തോളം റെഫറൻസ് കേസുകൾ സാറിന്റെ അടുത്ത് വരുന്നുണ്ട് സാറേ? സാറിന് ഇപ്പൊ RCCയിലൊക്കെ കൂടുതലും വരുന്ന റെഫറൻസ് കേസുകളാണ്. എത്രത്തോളം റെഫറൻസ് കേസുകൾ സാറിന് വരുന്നുണ്ട്? വളരെ കുറവാണ്. പണ്ട് എന്നത്തെ വന്നിട്ടുള്ള ആളുകൾ റെഫറൻസ് ലെറ്റർ പ്രകാരം വരുമായിരുന്നു. പിന്നെ IMA ഇടപെട്ടിട്ട് അവർക്ക് വാണിംഗ് കൊടുത്ത ലെറ്റർ കൊടുത്തേക്കില്ല. ഒരു ഡോക്ടറെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്നെ പറഞ്ഞു വിടും, അവർ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അയച്ചാണ് പറയുവര്, ഒന്ന് കെയർഫുൾ ആയിരിക്കണം, ഞാൻ ലെറ്ററിന് എഴുതുമില്ല, കാരണം എനിക്ക് വിലക്കുണ്ട്. കാരണം ലെറ്റർ എഴുതുമ്പോൾ ഇവിടുത്തെ വലിയൊരു ഗൈനക്കോളജിസ്റ്റാണ് കേട്ടോ. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് ഹോമിയോപ്പതിയുടെ ഡോക്ടേഴ്സിന് റെഫറൻസ് കേസ് സേഠ് സാറിനും വർഗീസ് സാറിനും അനിൽകുമാർ സാറിനും ഒക്കെ തരാൻ കഴിയുന്നതല്ലേ? അത് തരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തരുന്നുണ്ടല്ലോ, വിളിച്ച് ചോദിക്കാനും ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, മാറി വരുന്നുണ്ട്, അത് റെഫറൻസ് വരുന്നുണ്ട് ഹോമിയോപ്പതിയിൽ നിന്ന് തന്നെ. അല്ല സാറേ, ഞാനൊരു കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കോൺഫിഡൻസ് വരും ഹോമിയോപ്പതിക്ക്. അത് ഒരു പരിധിവരെയൊക്കെ അപകടം ചെയ്യും. കുറച്ച് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും, പരാജയപ്പെട്ട് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ പരാജയപ്പെട്ടത്. ആ ഒരു കോൺഫിഡൻസ് ഹോമിയോപ്പതി കുറച്ച് പഠിച്ചാലുണ്ടാകുന്നു, അതിനുണ്ടായ കുഴപ്പമാണ്. പക്ഷെ അതിലും പല ആളുകൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സും IFPC വന്നു, പിന്നെയും മറ്റുള്ള ISK വന്നു, പിന്നെ റെഫറൻസ് കേസ് ഒരുപാട് വരുന്നു. അതല്ല സാർ, അതിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് വരുന്ന എല്ലാ കേസും നമുക്ക് ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് ആർക്കും പറ്റില്ല. വരുന്ന സ്റ്റേജ് അനുസരിച്ചിരിക്കും, അവരുടെ ആയുസ് പോലെ ഇരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ചില മിക്കവാറും ടെർമിനലായിരിക്കും, അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതില് സംഭവിച്ചത് സാറേ, എന്റെ ഒരു വളരെ അടുത്ത റിലേറ്റീവ് ഉണ്ടായിരുന്നു. ഒരു 5 വർഷം മുമ്പ് പുള്ളിയുടെ ഒരു നാവിലൊരു കുരു വന്നു. ഗൾഫിൽ പോകാനുള്ള ടൈമില് പുള്ളി ഒരു അലോപ്പതി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. പുള്ളി പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒരു 6 മാസത്തിനകത്ത് ആ ഫിയർ ഫാക്ടറിൽ പുള്ളി മരണപ്പെടുകയുണ്ടായി. അന്ന് സത്യത്തിൽ ഞാൻ ഹോമിയോപ്പതിയിൽ ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞ് അനിൽകുമാർ ഡോക്ടറിനെ സമീപിക്കുകയുണ്ടായി. പക്ഷെ അന്ന് അദ്ദേഹം സിംഗപ്പൂരായിരുന്നു. പക്ഷെ അതില് ഒരു റെഫറൻസിലേക്ക് പോകാൻ നമുക്ക് കഴിയുണ്ടായില്ല. അന്ന് സേഠ് സാറിനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു റെഫറൻസ് സിസ്റ്റം നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തില് കാര്യപ്രാപ്തമായി നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അല്ലെങ്കിൽ അതൊരു എങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയാണ്. അത് ഫിറോസെ, കുറച്ചു പേരെ ഇത് ചെയ്യുന്നവരുള്ളൂ, അതാണ് പ്രശ്നം. പലരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ടാണ്. അല്ല, അത് നമുക്കൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല. അതെ, ചികിത്സിക്കുന്നവര് കുറവാണ്, അതുകൊണ്ടാണ്. അല്ല സാറേ, അതൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല അനിൽ സാറേ. നമുക്കതൊരു എല്ലാ ജില്ലയിലും തീർച്ചയായിട്ടും എനിക്ക് എന്റെ ജൂനിയർ ഡോക്ടേഴ്സും എന്റെ ജസ്റ്റ് ജൂനിയർ ആണെങ്കിലും പറഞ്ഞ ഞാൻ ചികിത്സ പരിചയമില്ല, കെട്ടുകാലത്ത് പൊക്കോളൂ, കെട്ടുകാരന് വേണ്ടി കഴിഞ്ഞു കത്തും കൊടുത്ത് അയക്കാറുണ്ട്. അല്ല സേഠ് സാറേ, ഇതിനകത്ത് ഇപ്പൊ ഒരു മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സേഠ് സാറിന്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോഴും സേഠ് സാറിന് കിട്ടുന്നത് 3rd സ്റ്റേജും 4th സ്റ്റേജും ഒക്കെയാണ്. എന്നിട്ട് പോലും അതിലൊരു നല്ല റിസൾട്ട് സേഠ് സാറിനും അനിൽ സാറിനും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് കിട്ടിയാൽ ഒരുപക്ഷെ പോളിയോ ഇവർ മാറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ക്യാൻസർ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞേക്കും. അപ്പൊ ആ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ ഒരു കഴിവുകേടല്ലേ?
ഹോമിയോ സമൂഹത്തിന്റെ ഒരു കഴിവുകേടല്ലേ? പറയാൻ പറ്റില്ല ഫിറോസെ. മാറ്റാൻ പറ്റുന്ന രോഗമല്ല ഫിറോസ്. അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല ഫിറോസെ. ഇപ്പൊ വാക്സിൻ എടുത്തിട്ട് ക്യാൻസർ ആയിട്ട് വന്ന കേസുകളുണ്ട്. വാക്സിൻ എടുത്തിട്ട് ക്യാൻസർ ആയിട്ട് വരികയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റുമോ? ഇനി വാക്സിൻ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ പറയാം. ക്യാൻസർ അങ്ങനെ പകർച്ചവ്യാധി പോലെ വരുന്ന ഒരു രോഗമല്ല അത്. അല്ല, പല പല മൾട്ടിപ്പിൾ കോസ് ഉള്ളതാണ്. TJ സാർ എന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ. അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയാണ്. അതായത് ഈ എല്ലാ ഡോക്ടർമാരും ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു ഘട്ടത്തിൽ സേട്ട് സാറായിട്ടും അനിൽകുമാറായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് റെഫറൻസ് പയ്യെ കുറയും, അവര് സീനിയർ ആകും. അങ്ങനെയല്ലേ ഇത് ഡെവലപ്മെന്റ് വരേണ്ടത്. അപ്പം അതാണ് കാര്യം. അവർക്ക് നമ്മൾ ഹോമിയോപ്പതി കുറച്ച് പഠിച്ചു കഴിയുമ്പോഴേ കോൺഫിഡൻസ് കൂടുതലുണ്ട്. ഒരു വക്കീലും ജൂനിയർ വക്കീൽ ഇത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ റെഫർ ചെയ്യത്തില്ല. നമ്മൾ ശ്രമിച്ചു നോക്കും, അത് കഴിഞ്ഞിട്ടൊക്കെ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് റെഫറൻസ്. അല്ല CJ സാറേ, അതിൽ ഒരു പോയിന്റ് ഉണ്ട്. നമ്മളെ ഹോമിയോപ്പതിക്കാരെ തന്നെ ഹോമിയോപ്പതിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ റെഫർ ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് റെഫർ ചെയ്യാറില്ല. അല്ലാതെ RCC എനിക്ക് എത്രയോ കേസ് അറിയാം. അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി തപ്പി പിടിച്ച് വരുന്നവരുണ്ട്. ഇവിടെ 139 പേരുണ്ട്. അവർക്ക് സഹായിക്കുന്ന ഒരു ക്ലൂ ഞാൻ പറയാം. അതായത് പിറ്റ്യൂട്ടറി അഡിനോമയുടെ കാരണം ഐ ആം നോട്ട് ഗ്രോയിങ് ഇനഫ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ കുറച്ചുകൂടെ വളർന്നിരുന്നെങ്കിൽ ഇവനെയൊക്കെ അടിച്ച് ഇരുത്തുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെറുതായി പോയത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്നുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥ വരുമ്പോഴാണ് അയാളുടെ പിറ്റ്യൂട്ടറി ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് ഒരു കേസ് പ്രഫുൽ വിജയക്കർ ഡോക്ടറുടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി ഭയങ്കര ഈ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഫാദറിന് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 14 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടി ചെന്നിട്ട് പറയും, അച്ഛനോട് ചെന്ന് ഇത് എന്നെ മോശമൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയും, നിനക്ക് പ്രായമായില്ല, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ല എന്ന് പറയും. അന്ന് പോലെ അവളുടെ തീവ്രമായ ആഗ്രഹമായിരുന്നു വളരണം എന്നുള്ളത്. അങ്ങനെയാണ് പിറ്റ്യൂട്ടറി അഡിനോമ ഉണ്ടായത്. എനിക്ക് ഈ ഇപ്പോഴും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു കേസിൽ അവള് ചെറുപ്പത്തിലേ മുതലേ ഒരു ബോയിഷ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിലെന്നും ഫാദറും മദറും തമ്മിൽ വഴക്കാണ് പല കാര്യങ്ങളിലും. അപ്പം ഇവൾക്ക് തന്നെ ജീവിക്കണം, എനിക്ക് തന്നെ വളരണം എന്ന് പറഞ്ഞ സ്കൂൾ ടീച്ചറാണ്. ആ ഒരു ഇതിലാണ് അവൾക്ക് വന്നത് അഡിനോമ ഡയഗ്നോസ് ചെയ്തത്. നല്ല റിലീഫ്. ഞാൻ കൊടുത്ത കാസിനോസിനാണ്, അങ്ങനെ കൂടുതൽ കൊടുക്കാറില്ല. അപ്പം ആ ഒരു കാര്യമുണ്ട്. നമ്മള് മാരേജ് ആയിട്ട് ഇനി എനിക്ക് 2-3 കൊല്ലത്തേക്ക് കുട്ടികൾ വേണ്ട എന്ന് ഭാര്യ ഭർത്താക്കൾ ചിന്തിക്കുകയാണ്. അവർ പ്രിക്കോഷൻ എടുക്കുകയാണ്. അവർക്ക് മിക്കവാർക്കും ഇൻഫെർട്ടിലിറ്റി ആയി പോകും. അതാണ് കാര്യം അറിയോ? അതും സൈക്കോളജിയാണ്. സൈക്കോളജി ഓഫ് ദി യൂട്രസ്, ഓവം, പെണ്ണിന്റെ ഓവത്തിന്റെ സൈക്കോളജിയാണ് കാരണം. ആ ഓവത്തിന് പിന്നീട് കാണുന്നത് വെച്ചാൽ വളർന്ന് ആദ്യം ചുരുക്കമായിരിക്കും, പിന്നെ വലുതാവുകയാണ്. 22, 32, 40, 50 എക്സ്പെൻഡ് ചെയ്ത് പോയാൽ പിന്നീട് അവർക്ക് ഉണ്ടാകാത്തൊരവസ്ഥ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ ഓവറി എല്ലാ മാസവും ആ 14-15 ദിവസം ആകുമ്പോൾ കാത്തിരിക്കുക, ഇപ്പൊ വേഗം വരും, ഇപ്പൊ എന്നെ തുളച്ചു കയറ്റും, ഞാൻ ഫെർട്ടിലൈസ് ആകും. ആ നിരാശാബോധം ആ ഓവറിക്കുണ്ടാവും. അങ്ങനെയാണ് ആ ഓവറി പിന്നെ നഷ്ടപ്പെടുന്നത്. ഞാൻ അങ്ങനെയുള്ള കേസിന് നാട്രംബർ കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓവരുടെ മാനസികാവസ്ഥയ്ക്ക് പേഷ്യന്റ് പറയുന്നില്ല. പേഷ്യന്റ് അത് അവരല്ല അവർക്ക് പഠിത്തം കഴിയണം. ഇതുപോലെ നാട്രമൂർ വെറും 6x കൊടുത്തിട്ട് SLE നെഗറ്റീവ് ആയിട്ടുണ്ട് സാറേ. വൈസ്ലോണിൽ നിന്ന കേസാണ്. വൈസ്ലോണിൽ നിന്ന കേസ് നാട്രമൂർ 6x കൊടുത്ത SLE സുഖമായിട്ട് നെഗറ്റീവ് ആയിരുന്നു. വെറും ബയോകെമിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് സാറ് ഇതില് പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഹോമിയോപ്പതി കൂട്ടായ്മയിൽ ഹോമിയോപ്പതിക്കാർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോമിയോപ്പതി കോൺഫിഡൻസ് ആവണം. ഇപ്പൊ ഒരു സേട്ട് സാറും ഒരു അനിൽകുമാറും ഒരു CJയും ക്യാൻസർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അത് സ്വയം വളർന്നു വന്നവരാണ്. ഇപ്പൊ നമുക്ക് അത് പോരാ, അടുത്ത തലമുറയെ കൂടെ നമ്മൾ നാളെ പോയാലും വളർത്തണമെന്നുണ്ടെങ്കിൽ ഫിറോസ് പറഞ്ഞ പോലെ അത് അന്ന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഫിറോസ് എന്നെ വിളിച്ചത്. ഒരു കേസുണ്ട്. ഞാൻ പറഞ്ഞത് ഫിറോസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അന്ന് നമ്മളെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മ കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്താൽ
ഈ കൂട്ടായ്മയിൽ കൂടെ നമുക്കിത് വളർത്താൻ പറ്റി കഴിഞ്ഞാൽ നമ്മള് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്യാൻസറിന്റെ ഒരു സെന്റർ തന്നെ തുടങ്ങാൻ പറ്റുമെന്നാണ് എന്റെ അഭിപ്രായം. സാറിന്റെ അഭിപ്രായം എന്താണ്? നമുക്ക് അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും സാറേ. തീർച്ചയായിട്ടും. ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും നവീനമായിട്ടുള്ള ഒരാൾ പറഞ്ഞു വെച്ചത്, വിത്ത് ക്യാൻസർ നോബഡി വിൽ ഡൈ, ബട്ട് വിത്ത് ഫിയർ ഓഫ് ക്യാൻസർ എവരിബഡി വിൽ ഡൈ. അതിപ്പോ കൊറോണയിൽ അതാണല്ലോ ഫിയർ ആണല്ലോ. വിത്ത് ബാഡ് ട്രീറ്റ്മെന്റ് എവരിബഡി വിൽ ഡൈ. ഫിയർ ഓഫ് ക്യാൻസർ ഇസ് ദ മെയിൻ കോസ്. അപ്പൊ ഇഷ്യൂസ് അഫക്റ്റഡ് ആകും. പിന്നെ മെറ്റാസ്റ്റേസിസ് തിയറി ഈസ് കംപ്ലീറ്റ്ലി റോങ്. നമ്മൾ നേരത്തെ ഒരു ചെറുപ്പക്കാരത്തി ഡോക്ടർ വന്നിട്ട് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. കാരണം വി ആർ കമ്മിങ് ജസ്റ്റ് ഔട്ട് ഓഫ് ദി കോളേജ് നോയിങ് ഓൾ മെറ്റബോളിക് സിൻഡ്രോം എല്ലാം പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതെ, അങ്ങനെയൊന്നും ഒരിടത്തും ഇല്ല. അത് അവർക്ക് കാരണങ്ങൾ അറിയത്തില്ലാത്ത കുറെ എണ്ണം കൂട്ടി കെട്ടിയിട്ട് അവർ പറയാണ് ഇത് എക്സ് സിൻഡ്രോം. ഡോക്ടർ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള കാരണങ്ങളാണ്, അതിനെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കോസസ് ഉണ്ട്. ബ്രസ്റ്റിൽ ട്യൂമർ വന്നു, ക്യാൻസർ ആണെന്ന് FNS മനസ്സിലായി അല്ലേ? ഉടനെ പോകുന്ന അറിയോ? പെറ്റ് സ്കാനിലേക്കാണ്. ഇതാണ് അപകടം. പേഷ്യന്റ് ഒരു 25,000-22,000 പെറ്റ് സ്കാൻ എടുക്കുക. അതെന്തറിയോ? പെറ്റ് സ്കാൻ എടുക്കാനുള്ളത് 5,000 രൂപ ഇങ്ങോട്ട് വരും ഡോക്ടർക്ക്. 5,000 പോലെ സാറേ, 17,000 രൂപ വേണം പെറ്റ് സ്കാൻ. അല്ലെന്നേ, ഡോക്ടറുടെ കമ്മീഷൻ. കമ്മീഷൻ, അതാണ് കാര്യം. അതാണ് ഈ കുടിക്കാനുള്ള കാരണം. അതെ, അതിപ്പോ കുറവാണ്. കാരണം വലിയ വലിയ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളത്. പ്രൈവറ്റില് പെറ്റ് സ്കാനുള്ള സാധനം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയാണെങ്കിൽ ഡോക്ടർമാരെ കുറച്ചുകൊണ്ടിരിക്കും. ഇതാണ് സ്ഥിതി. അത് അങ്ങനെ വലിയ കാര്യങ്ങൾ മാറണം. മാത്രമല്ല, അലോപ്പതി ഡോക്ടർമാരുടെ ഞാൻ അവരെ കുറ്റം പറയല്ല. അവരെ ആ പുതിയ തിയറി ഇല്ലേ, ഒരു രോഗം വന്നാൽ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വിശകലനം പറഞ്ഞു കൊടുക്കുക, അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് കംപ്ലീറ്റ് പറയുക, ആയുസ് വരെ കുറിച്ച് കയ്യിലോട്ട് കൊടുക്കുക. ഇത്ര രൂപ ആയുസ് ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് ഒരു തെങ്ങാറ്റക്കാരൻ വന്നു. ടെസ്റ്റിലെ ക്യാൻസറാണ്, ബ്രോക്കൽ ക്യാൻസറാണ്. വന്ന് ചോദിച്ചപ്പം മകൻ പറഞ്ഞറിയാം, അച്ഛനെ പറഞ്ഞ് പേടിപ്പിച്ചില്ലാരും കൂടെ. ഞാൻ പറഞ്ഞു, നീ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഡോക്ടറെ ചോദിക്കണം, ഡോക്ടറെ എന്തിനാ പേടിപ്പിച്ചത്? അച്ഛൻ്റെ ഇപ്പോൾ കിടന്ന് ഉറക്കമില്ലല്ലോ, ആ പേടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഒന്ന് ചോദിച്ചു എന്ത് പറയണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അവൻ പോയി ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞറിയാം, അച്ഛൻ നീ ബാധ്യത കൊണ്ട് തീർക്കിട്ടോ. ഞാൻ ഇതെല്ലാം വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തു തന്നെ, അച്ഛൻ തെങ്ങാറ്റക്കാരന് ബാധ്യത എന്ത് ബാധ്യത ഉള്ളത്? അതാണ് കാര്യം. ആ ഒരു പ്രവണത ഒരു മാറ്റിയാൽ തന്നെയാണെങ്കിലും കുറെ രോഗങ്ങൾ അറിയാൻ പറ്റും. സാർ ഇന്ന് രാവിലെ ഒരു സംഭവം സാർ, ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ തേങ്ങ വെട്ടുകാരൻ വന്നു. 2 തെങ്ങേ ഉള്ളൂ. തെങ്ങിന് വെട്ടിയിട്ട് 120 രൂപ ചാർജ്. ഞാൻ 120 രൂപ എടുത്ത് കൈ കൊടുത്തപ്പോ ആദ്യം കണ്ട കാഴ്ച സാനിറ്റൈസർ വെച്ച് നോട്ട് സാനിറ്റൈസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ബാക്കി ചിന്തിച്ചോളാം സാർ. സാനിറ്റൈസർ വെച്ചിട്ട് ഈ കൊടുത്ത 120 രൂപ സാനിറ്റൈസ് ചെയ്യാണ് തെങ്ങ് വെട്ടുകാരൻ. അപ്പൊ എത്രത്തോളം കൊറോണയെ ഭയപ്പെടുന്നു എന്നുള്ള ആള് ചിന്തിച്ചു വെച്ചിരിക്കുന്നു. ചിന്തിക്കുക, ഇതാണ് സ്ഥിതി. സാറ് ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് സാനിറ്റൈസ് ചിലപ്പോ എപ്പോഴാണ് കൊറോണ വരണമെന്ന് അറിഞ്ഞൂടാ. തെങ്ങ് വെട്ടുകാരൻ പറയാൻ ഇപ്പൊ എന്ത് ചെയ്യും സാർ ഇത്? ഒന്നുമില്ല, പറഞ്ഞാൽ മതി. തെങ്ങിനെ മേടിക്കാറുന്നവർക്ക് കൊറോണ ഉണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞു നീ അപ്പോഴത്തേക്കും പയ്യ സമാധാനമായി. ഇത് പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ സമാധാനം. പക്ഷെ ഇൻജക്ട് ചെയ്തിരിക്കുന്ന ആളാണ് സാർ, പേടിപ്പിക്കുക. പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കച്ചവടം നടക്കും. ഇതാണ് കാര്യം. ഇപ്പൊ വരുന്ന പേഷ്യന്റ് എല്ലാം ഡബിൾ മാസ്കാ. ഡബിൾ മാസ്ക്, ട്രിപ്പിൾ മാസ്ക് ഇട്ടുകൊണ്ട് ഒരാൾ വന്നു സാറേ. 3ാം തരംഗം വരണോണ്ട് 3 മാസ്ക് ഇട്ടിട്ട് വന്നു. ഇതാണ് സ്ഥിതി. ഇപ്പൊ ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോ സാറിന് ഒരു ഭയമില്ലാന്ന് മനസ്സിലായി. അപ്പൊ ഇത്ര ഭയപ്പെടേണ്ട കാര്യമുണ്ടോ രോഗത്തിന്? ഭയപ്പെടേണ്ട, സൂക്ഷിച്ചാൽ മതി. ഭയപ്പെട്ട ഒരു കാര്യമില്ല. നിങ്ങള് സാമൂഹിക അകലം പാലിക്കുന്നില്ലേ? കൈകാലം കഴിവുന്നില്ലേ? സാറേ, ഒരു സാമൂഹിക അകലമില്ല സാറേ. സാറ് കണ്ടല്ലോ, ഞങ്ങളെ സത്യാഗ്രഹം സാറ് കണ്ടല്ലോ. മാസ്ക് ഇല്ലാതെ ഇരുന്നത് സെക്രട്ടറിയേറ്റ് മുമ്പ് ഞാൻ എല്ലാവരും സഫീക്ക് എല്ലാവരും ഇരുന്നു. നമുക്ക് ആർക്കും ഇപ്പൊ 5-6 ദിവസമായിട്ട് കൊറോണ ഒന്നും വന്നിട്ടില്ലോ സാറേ. അവരെ ശ്രദ്ധിച്ചാണെന്നല്ല, അല്ല അറസ്റ്റ്
അവര് എന്തെങ്കിലും അറസ്റ്റ് ചെയ്താണ്. സാർ ഒന്ന് ജാമ്യത്തിൽ എടുക്കേണ്ടി വന്നാണ്. അവരെ ശ്രദ്ധിച്ചാണെന്നില്ല അത്. അതെ സാർ. സാർ 11 മണിയാ, നമുക്ക് പിരിയാം. നമുക്ക് പിരിയാമോ? മണി 11 നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഡോക്ടർ അനിൽകുമാർ നന്ദി പറയാനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ. നമ്മളെ കൂട്ടായ്മയിൽ ഇത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റി. നാളെ നമുക്ക് ഇതുപോലെ ചെയ്യണം. എല്ലാവരും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ. അതിപ്പോ സാറ് പറഞ്ഞൊരു സജഷൻ, ഒരു റെഫറൻസ് അല്ല, ഫിറോസ് ആണ് പറഞ്ഞത്, റെഫറൻസ് പേഷ്യൻസിന് തരുന്നില്ല എന്നാണ് ഒരു പരാതി പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ധനേഷ് ഡോക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നിരുന്നു. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൻസും നമുക്കൊരു എന്താ പറയാ, ഒരു സാഹോദര്യായ്മ ചെയ്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായ ഡോക്ടർമാർക്ക് ഈദ് മുബാരക് നേർന്നുകൊണ്ട് ഇന്നത്തെ IUPHന്റെ ക്ഷണം സ്വീകരിച്ചത് സേഠ് സാറിനും സന്തോഷ് ഡോക്ടറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു. നാളെ ഇതേ സമയം കാണാം. ശുഭരാത്രി. താങ്ക് യു.